ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 8 വരെ. Then again verses 18 and 19. 1 ശമൂവേൽ 30-ാം അധ്യായം 18-19 വായിക്കുന്നതിന് മുൻപ് 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 8 വരെ. Hallelujah Jesus. Blessed be the name of the Lord. കർത്താവിന്റെ നാമം സകലത്തിലും മഹത്വമെടുക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. 1 ശമൂവേൽ 1:30 മുതൽ 8 വരെ. ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ചു അതിനെ തീവച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരെത്തി അഹീനോവും കർമ്മേൽക്കാരൻ നബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്ന ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ച് കൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിൽ ആയി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അബിമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ എഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കണമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാട് ഉണ്ടായി. അതെ, 18-19 വാക്യങ്ങളിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 18-19 വാക്യങ്ങൾ. സ്തോത്രം. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു തൻ്റെ 2 ഭാര്യമാരെയും ഉദ്ധരിച്ചു. 19-ാം വാക്യം. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ട് പോന്നു. അണ്ടർലൈൻ ചെയ്യുക, ദാവീദ് എല്ലാം മടക്കി കൊണ്ട് പോന്നു. 6-7 വാക്യങ്ങളിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് എൻ്റെ ടൈറ്റിൽ പറഞ്ഞ് കർത്താവ് നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ഇന്ന് പകൽക്കാലം സ്തോത്രം ഈ ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദു തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അടുത്ത വാക്യം. ദാവീദ് അബിമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, എഫോദ് ഇവിടെ കൊണ്ടുവരിക. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞേ, എഫോദ് ഇവിടെ കൊണ്ടുവരിക. ഒരിക്കൽ കൂടെ ശക്തിയോടെ, എഫോദ് ഇവിടെ കൊണ്ടുവരിക. എന്താണ് എഫോദ്? പുരോഹിതന്റെ വസ്ത്രം, മഹാപുരോഹിതന്റെ വസ്ത്രമാകുന്ന എഫോദ് ഇവിടെ കൊണ്ടുവരിക. എഫോദ് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുന്നത്? 19-ാം വാക്യം പറയുന്നു, ദാവീദിന് എല്ലാം മടക്കി കിട്ടി. ദാവീദിന് എല്ലാം മടക്കി കിട്ടി. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. സ്തോത്രം. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ തലക്കെട്ട് ഇതാണ്: ഗാഡ് ഓഫ് കോമ്പൻസേഷൻ. ഗാഡ് ഓഫ് കോമ്പൻസേഷൻ. മടക്കി തരുന്ന ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? മടക്കി തരുന്ന ദൈവം. മടക്കി തരുന്ന ദൈവം. എന്തെങ്കിലും എവിടെയെങ്കിലും കൈമോശം വന്നു എങ്കിൽ, എവിടെയെങ്കിലും കളഞ്ഞു പോയെങ്കിൽ, 6 മാസം കഴിഞ്ഞിട്ടല്ല, അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് പകൽ ജീവിതത്തിൽ മടക്കി തരുന്ന ദൈവം. ഇന്ന് പകൽ വേണ്ട ആർക്കും? വേണോ? ഇന്ന് പകൽ ജീവിതത്തിൽ മടക്കി തരുന്നവനായ ദൈവം. ഇന്ന് പകൽ ബിസിനസ്സിനായി മടക്കി തരുന്ന ദൈവം.
തലമുറകളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞെങ്കിൽ അവൻ്റെ അവസ്ഥ അതല്ല, അവളുടെ അനുഭവം അതല്ല. ഇന്ന് പകൽ അവർ നിന്റെ കൂടെ ആയിരിക്കാം. മൈലുകൾ, ആയിരക്കണക്കിന് മൈലുകൾ അക്കരെ ആയിരിക്കാം. പക്ഷേ ഇന്ന് പകൽ സ്തോത്രം, നിങ്ങൾ ഇവിടെ ഇരുന്ന് അത് വിശ്വസിക്കുമ്പോൾ തൊടാൻ കഴിയാത്തവരെ ദൈവം നിങ്ങൾക്കായി തൊടുന്നു. പിടിക്കാൻ കഴിയാത്തവരെ ദൈവം നിങ്ങൾക്കായി പിടിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവർ അല്ല. നഷ്ടപ്പെട്ടത് ദൈവം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ പോകുന്നു. ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ നൽകുവാൻ പോകുന്നു. മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ പോലും ഒറ്റയെണ്ണം നഷ്ടത്തിൻ്റെ ആകെത്തുകയായി ജീവിക്കത്തില്ല. നഷ്ടപ്പെട്ടത് ദൈവം തിരികെ നൽകുവാൻ പോകുന്നു. മടക്കി തരുന്നവനായ ദൈവം, മടക്കി തരുന്നവനായ ദൈവം. ഓഫ്കോഴ്സ് ദൈവം നഷ്ടങ്ങളുടെ ദൈവം അല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിബരിയാസ് കടൽക്കരയിലൂടെ യേശു കർത്താവ് ഒരു ദിവസം നടക്കുമ്പോൾ 2 ശിഷ്യന്മാരെ തൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. മത്തായി 4:21 വായിക്കുമ്പോൾ 2 ശിഷ്യന്മാരെ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് വിളിച്ചവർ, സ്തോത്രം, അവിടെ വേദപുസ്തകം പറയുന്നു, അതെ, അവർ സ്തോത്രം വല കഴുകുന്നവർ മാത്രമല്ല, അവർ വല നന്നാക്കിക്കൊണ്ടിരുന്നു. അവർ വല കഴുകുന്നവർ മാത്രമല്ല, അവർ സ്തോത്രം 4:21 വായിക്കുമ്പോൾ, മത്തായി 4:21 വായിക്കുമ്പോൾ, സ്തോത്രം, അവർ വല നന്നാക്കിക്കൊണ്ടിരുന്നു. അവർ വല നന്നാക്കുന്നത് കണ്ടു. സ്തോത്രം, 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അർത്ഥം, സ്തോത്രം, എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് കർത്താവ് അവരെ വിളിക്കുമ്പോൾ അവർ വല നന്നാക്കുന്നത് കണ്ടു. എന്തെങ്കിലും അവിടെ വലയിൽ അകപ്പെട്ടു എങ്കിൽ അത് ഒരു കാരണവശാലും ചോർന്നു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ആ ചോർന്നു പോകുന്നതായ ആ ദ്വാരത്തെ അതിനെ അടയ്ക്കുന്നവരായി കർത്താവ് അടയ്ക്കുന്നവരായി അവരെ കണ്ടപ്പോൾ, ഓഹോ, എൻ്റെ ഹൃദയപ്രകാരം ഉള്ളവരാണല്ലോ, എൻ്റെ മനസ്ഥിതി ഉള്ളവരാണല്ലോ എന്ന് മനസ്സിലാക്കി അവരെ കൊള്ളാം എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു, ഫോളോ മീ. ഇന്ന് പകൽക്കാലം അതാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഒരു പക്ഷേ സ്തോത്രം, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടത്തിൻ്റെ വലിയൊരു ദ്വാരം കിടക്കുന്നു എങ്കിൽ നസറേത്തിലെ ആശാരി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ കഴിയാത്തത് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഫിക്സ് ചെയ്തിട്ട് ആ ദ്വാരത്തെ കർത്താവ് നിങ്ങൾക്കായി അടയ്ക്കുക തന്നെ ചെയ്യും. നഷ്ടത്തിൻ്റെ വാതിലുകളെ അവൻ നിങ്ങൾക്കായി അടയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ടത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ നൽകി തരും. അത് കാലങ്ങളാകട്ടെ നഷ്ടപ്പെട്ടത്, കുറെ വർഷങ്ങളാകട്ടെ നഷ്ടപ്പെട്ടത്, സ്തോത്രം, പണമാകട്ടെ, അതെ, മറ്റ് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, സ്തോത്രം, ആ നഷ്ടപ്പെട്ടത് ദൈവം തിരികെ നൽകുന്നവനാണ്. ഞാൻ ഇങ്ങനെ പറയും, ബൈബിൾ ഒരിക്കലും സ്തോത്രം നഷ്ടത്തിൻ്റെ പുസ്തകം അല്ല എന്ന് വിചാരിച്ച് വേദപുസ്തകത്തിൽ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരിക്കലും പറയരുത്. ജീവിതത്തിന്റെ സ്തോത്രം ചില താഴ്വരകളിൽ വെച്ച് ചിലർക്ക് ചിലത് നഷ്ടപ്പെടുകയുണ്ടായി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് സാംസ് 23 23-ാം സങ്കീർത്തനം പോലെയാണ് ആത്മീയ ജീവിതം. ആരംഭം കൊള്ളാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവസാനം കൊള്ളാം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്നു. ആരംഭവും അവസാനം കൊള്ളാം, പക്ഷെ ഇടയ്ക്ക് ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ നമ്മൾ കിടക്കുകയല്ല, പകരം ആ താഴ്വര നമ്മൾ കടക്കുകയാണ്. അർത്ഥം, നഷ്ടത്തിന്റെ താഴ്വരകളിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ എന്നും നഷ്ടങ്ങളല്ല, സ്തോത്രം, ആ നഷ്ടങ്ങളെ നിങ്ങൾ താണ്ടി അതിനെ ഓവർകം ചെയ്ത് ദൈവകൃപയാൽ കടന്നു വരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യുക തന്നെ ചെയ്യും. സ്തോത്രം, നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങൾ മറക്കുന്ന ഒരു സീസൺ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ നഷ്ടങ്ങളുടെ സീസൺ നിങ്ങൾ മറക്കുന്ന ഒരു കാലം കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. വേദപുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് മെയിൻലി പ്രധാനമായി 3 ക്രമത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്പർ 1, ഒന്ന് ദൈവം അനുവദിച്ചിട്ട് കടന്നു വരുന്നതായ നഷ്ടം. ഒന്ന് ദൈവം അനുവദിച്ചിട്ട് കടന്നു വരുന്നതായ നഷ്ടം. 2, മാനുഷികമായി ഉണ്ടാകുന്നതായ നഷ്ടം, മനുഷ്യൻ വരുത്തുന്നതായ നഷ്ടം. ഒരുപക്ഷെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം, മനുഷ്യൻ വരുത്തി തീർക്കുന്നതായ നഷ്ടം. ഒന്ന് ദൈവം അനുവദിക്കുന്ന നഷ്ടം,
നഷ്ടം, 2 മാനുഷികമായി വരുന്നതായ നഷ്ടം, 3 പൈശാചിക ആക്രമണങ്ങളിൽ ഉണ്ടാകുന്നതായ നഷ്ടം. നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇതിന്റെ 3 ലെവലിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ. ഒന്നുകിൽ ഈ യോബിനെ പോലെ ദൈവം അനുവദിച്ചതായ നഷ്ടം. ദൈവം അനുവദിച്ചതായ നഷ്ടമാണെങ്കിൽ കണക്കിനെ സൃഷ്ടിച്ച കർത്താവിന്റെ കണക്ക് ഇതാണ്. ദൈവം അനുവദിച്ച് ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എങ്കിൽ നഷ്ടപ്പെട്ടത് യോബിനെന്നതുപോലെ ദൈവം ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ നൽകുവാൻ പോകുന്നു. ദൈവം അനുവദിച്ചതായ നഷ്ടമാണെങ്കിൽ എത്ര ഇരട്ടിയായി ദൈവം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇരട്ടിയായി തിരികെ കിട്ടും. പറഞ്ഞേ, ദൈവദത്തമായി വന്നതായ നഷ്ടമാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കേൾക്കുക, ഇരട്ടിയായി ദൈവം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. ചിലർ മിണ്ടുന്നില്ല. അവർ പറയുന്നു, എനിക്ക് വന്നത് സ്തോത്രം ദൈവം അനുവദിച്ചിട്ടല്ല, മനുഷ്യൻ അതേ കുതികാൽ വെട്ടിക്കിട്ട് എൻ്റെ പാർട്ട്ണറാണ് എന്നെ കളിപ്പിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ നിമിത്തമാണ് എനിക്ക് നഷ്ടം വന്നത്. സക്കായി മാനസാന്തരപ്പെട്ടപ്പോൾ ലൂക്കോസ് 19:8 തിരുവചനം പറയുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരികെ കൊടുക്കാമെന്ന് സക്കായി പറയുന്നു. മാനുഷികമായി നിങ്ങൾക്ക് നഷ്ടം വന്നു എങ്കിൽ ഇരട്ടിയായിട്ടല്ല, പകരം സ്തോത്രം മനുഷ്യൻ നിങ്ങൾക്ക് നഷ്ടം വരുത്തിയെങ്കിൽ ഒരുങ്ങിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ 4 മടങ്ങായി ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നിങ്ങൾക്കത് തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. മനുഷ്യൻ ചതിച്ചിട്ടുണ്ടായ എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ 4 മടങ്ങായി ഈ നാളുകളിൽ, ഈ ആഴ്ചകളിൽ പെയ്തിറങ്ങുന്ന മഴ പോലെ, ഒഴുകിയിറങ്ങുന്ന നന്മ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ കിട്ടുവാൻ വേണ്ടി പോകുന്നു. കാരണം നിങ്ങൾ നഷ്ടത്തിന്റെ വ്യക്തി അല്ല, നിങ്ങൾ നഷ്ടത്തിന്റെ മകനല്ല, നിങ്ങളുടെ നഷ്ടത്തിന്റെ മകളല്ല. കാരണം സ്തോത്രം ഈ പുസ്തകം നഷ്ടത്തിന്റെ പുസ്തകം അല്ല. നഷ്ടപ്പെട്ടത് തിരികെ തരുന്നവനാണ് ദൈവം. ദൈവദത്തമായി വരുന്ന നഷ്ടം ഇരട്ടിയായി തിരികെ കിട്ടുന്നു. സ്തോത്രം മാനുഷികമായി വരുന്ന നഷ്ടം 4 മടങ്ങായി തിരികെ കിട്ടുന്നു. ഇല്ല, മന്ത്രവാദ ആക്രമണങ്ങൾ നിമിത്തം അഥവാ പൈശാചിക ആക്രമണങ്ങൾ നിമിത്തം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടെങ്കിൽ സദൃശവാക്യം 6:30-31 വേദപുസ്തകം പറയുന്നു, 7 മടങ്ങായി ദൈവം നിങ്ങൾക്ക് തിരികെ നൽകി തരുന്നു. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും കടന്നു വരുന്നതായ സാത്താൻ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തുവെങ്കിൽ, പൈശാചിക ആക്രമണ നിമിത്തം നിങ്ങൾ തകർന്നുവെങ്കിൽ, നിങ്ങൾ ഒഴിഞ്ഞു എങ്കിൽ 7 മടങ്ങായി ദൈവം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ നാമത്തിൽ അടിസ്ഥാനമായി ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്ക് എന്തോ ചിറകില്ലാത്ത പ്രതീക്ഷയല്ല ഞാൻ പറയുന്നത്, പകരം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. യേശുവിൻ നാമത്തിൽ ഈ അടിസ്ഥാനത്തിൽ നിന്നാട്ടെ. നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ വരുന്നു. മാനുഷികമായി കൊണ്ടുപോയത് 4 മടങ്ങായി തിരികെ വരുന്നു. സാത്താൻ കൊണ്ടുപോയത് 7 മടങ്ങായി തിരികെ വരുന്നു. ഈ ദൂത് ഇന്ന് പകൽ നിലത്തു വീഴുകയില്ല. ഈ ദൂത് അനുസരിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും യേശുവിന്റെ നാമത്തിൽ ചലിച്ചുകൊണ്ട് ഇരിക്കുന്നു. നഷ്ടപ്പെട്ടത് സ്തോത്രം ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ ഉണ്ടാകുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി, ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി. ഇന്ന് പകൽ നഷ്ടം കണ്ടവർക്ക് നഷ്ടപരിഹാരിയായ ദൈവം മടക്കി തരുന്ന ദിവസങ്ങളാണ്. 3 പേര് നോക്കി പറഞ്ഞാട്ടെ, മടക്കി കിട്ടുന്ന ദിവസങ്ങൾ. പെട്ടെന്ന് പറഞ്ഞേ, മടക്കി കിട്ടുന്ന ദിവസങ്ങൾ, മടക്കി കിട്ടുന്ന ദിവസങ്ങൾ. അത് എഡ്യൂക്കേഷൻ ആകട്ടെ, അത് നഷ്ടപ്പെട്ട ജോലിയാകട്ടെ, സ്തോത്രം ഏതെങ്കിലും ആത്മീയാനുഭവങ്ങളാകട്ടെ, ഭൗതിക കാര്യങ്ങളാകട്ടെ, സ്തോത്രം ചിറകടിച്ച് പറന്നുപോയ പക്ഷി പോലെ നഷ്ടപ്പെട്ടു പോയ സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ കിട്ടുന്നു. നിങ്ങളുടെ ജീവിതമാകുന്ന വലയിൽ എന്തെങ്കിലും ചോർച്ചകൾ ഉണ്ട് എങ്കിൽ തമ്പുരാൻ ഇന്ന് പകൽക്കാലം അടയ്ക്കുകയാണ്. സ്വന്തം കൈ നോക്കി പറഞ്ഞാട്ടെ, ഇത് ചോർച്ചയുടെ കൈ അല്ല. സ്തോത്രം, എന്തോ കൈയല്ല, ഇത് ചോർച്ചയുടെ കൈയല്ല. വീണ്ടും ആ കൈ ഉയർത്തി പറഞ്ഞാട്ടെ, ഇത് തിരികെ പിടിക്കുന്ന കൈകളാണ്. പറഞ്ഞാട്ടെ, എന്താണ് ഇത്? തിരികെ പിടിക്കുന്ന കൈകളാണ്. നഷ്ടപ്പെട്ടത് ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി തിരികെ പിടിക്കുന്ന കൈകളാണ് നിങ്ങളുടെ കൈ. ഇത് കപ്പയും മീനും ചോറും സബ്ജിയും തിന്നുന്നതായ
കൈകൾ മാത്രമല്ല, പകരം യേശുവിന്റെ നാമത്തിൽ ഇരട്ടിയായി 4 മടങ്ങായി, അത് 7 മടങ്ങായി തിരികെ കിട്ടുന്ന കൈകളാണ് ഇത്. ഹല്ലേലൂയ. ഇന്ന് പകൽ യുദ്ധത്തിനായി കരങ്ങളെ, പോരിനായി വിരലുകളെ ദൈവമായ കർത്താവ് അഭ്യസിപ്പിക്കുമാറാകട്ടെ. സകല ശാപത്തിന്റെ ചോർച്ചകൾ അടഞ്ഞ് അതേ ലാഭത്തിന്റെ നന്മകൾ ദൈവത്തിന്റെ ജനം ഏറ്റെടുക്കുമാറാകട്ടെ. അടിക്കടി നഷ്ടങ്ങൾ കണ്ട കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ മിക്കവാറും അത് ശാപമായിരിക്കാം. സ്തോത്രം. ആവർത്തന പുസ്തകം 28 അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, അടിക്കടി ഒന്നിനു പിറകെ ഒന്ന് ഓരോന്നായി നഷ്ടപ്പെടുന്നെങ്കിൽ അത് ശാപമായിരിക്കാം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ ശാപം ഏറ്റെടുത്തത് നിങ്ങൾ ശപിക്കപ്പെട്ടവരായി ഒഴിഞ്ഞവരായി ജീവിപ്പാനല്ല, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുവാൻ വേണ്ടിയാണ്. നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യനാകുന്ന ദാവീദ് ദൈവകൃപയാൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു നഷ്ടം, ആ നഷ്ടം സ്തോത്രം, അതെ, ആ നഷ്ടം ദൈവം അനുവദിച്ചതായ നഷ്ടം എന്ന് പറയാൻ കഴിയില്ല, മാനുഷികം എന്ന് പറയാൻ കഴിയത്തില്ല, സാത്താന്യ ആക്രമണം എന്ന് പറഞ്ഞാലും അത്ര ശരിയാകത്തില്ല. പകരം സ്വയം വരുത്തിവെച്ചതെന്ന് സ്തോത്രം അല്പം പോലും സങ്കോചം കൂടാതെ ഞാൻ പറയട്ടെ. കാരണം 29 അധ്യായം, അതിന് മുമ്പിലത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു സിക്ലാഗിന്റെ നിലവിളിയും നഷ്ടവും ദാവീദിന്റെ നേരെ കടന്നു വരുവാൻ ഒരു കോസ്, ഒരു കാരണം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. വേദപുസ്തകം പഠിപ്പിക്കുന്നു, കാരണം കൂടാത്ത ശാപം ഭരിക്കയില്ല. ഈ സിക്ലാഗിലെ ആക്രമണം ദാവീദിന്റെ നേരെ കടന്നു വന്നത് വെറുതെയല്ല വന്നത്. കാരണം മോശയിലൂടെ ദൈവം ഇപ്രകാരം പറഞ്ഞു, എന്റെ യുദ്ധത്തിനായി നിങ്ങൾ കടന്നു പോകുമ്പോൾ, സ്തോത്രം, എന്റെ യുദ്ധത്തിനായി നിങ്ങൾ കടന്നു പോകുമ്പോൾ അതെ, നിനക്കുള്ളത് മുഴുവൻ ഞാൻ സംരക്ഷിക്കും. എന്താണോ നീ വിട്ടേച്ചു പോകുന്നത് അതിനെ ദൈവം പട്ടാളമായി സംരക്ഷിക്കുമെന്ന്. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം നിൽക്കുമെന്ന്. നീ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ കാര്യം നോക്കുമെന്ന്. എത്ര പേർ ആമേൻ പറയുന്നു? സ്തോത്രം. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുന്നു. സ്തോത്രം. നീ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം ഐശ്വര്യമായി, പാപ്പയേക്കാൾ അമ്മയേക്കാൾ ദൈവം നിന്റെ കാര്യം നോക്കുന്നു. ദൈവം നിന്റെ കാര്യം നോക്കുന്നു. എന്നാൽ ദാവീദേ, ഇപ്പോൾ നിനക്ക് എന്താ സംഭവിച്ചത്? പ്രമാണം തെറ്റിയല്ലോ. ദൈവം എന്നെ കള്ളം പറയുമോ? ദാവീദേ, നീ ദൈവത്തിന്റെ യുദ്ധങ്ങളെയല്ലേ ചെയ്തു വന്നത്? പിന്നെ എന്താ സിക്ലാഗിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്? അതൊരു സാധാ ആക്രമണം അല്ല, ഞാൻ പിന്നാലെ പറയാം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ആക്രമണത്തിന് വേണ്ടി ആ വാതിൽ ദൈവം തുറന്നു കൊടുത്തത്? കാരണം തലയിലെ രോമങ്ങൾ പോലും ദൈവം അറിയാതെ നിലത്ത് വീഴുന്നില്ല. ദൈവം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും മാത്രമേ സ്തോത്രം വീഴത്തുള്ളൂ. അതേ, സിക്ലാഗിൽ ആക്രമണം വന്നത് ദൈവം അറിഞ്ഞില്ലേ? അറിഞ്ഞു. ദൈവം കണ്ടില്ലേ? നിശ്ചയമായി ദൈവം കണ്ടു. എന്തുകൊണ്ടാണ് അത് കടന്നു വന്നത്? 29 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇതാ ഇരുളും വെളിച്ചവും തമ്മിൽ ഒരുമിച്ച് സന്ധി കൂടിയാൽ എങ്ങനെ ഇരിക്കുമെന്നതുപോലെ ദൈവത്തിന്റെ അഭിഷിക്തനാകുന്ന ദാവീദിന് ഒരു അബദ്ധം പറ്റുകയാണ്. അവൻ പോയി ഫെലിസ്ത്യരുമായി കൂട്ടുകൂടുന്നു. ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ലാത്ത ഫെലിസ്ത്യരുമായി അവൻ കൂട്ടുകൂടുന്നു. ശ്രദ്ധിക്കണമേ, മല്ലനായ ഗോലിയാത്ത് ഫെലിസ്ത്യൻ ആയിരുന്നു. ഫെലിസ്ത്യൻ സ്തോത്രം നിരന്തരം ഇസ്രായേലിനെ ഞെരുക്കുകയാണ്. ഇസ്രായേലിന്റെ ശത്രുക്കളാണ് ഫെലിസ്ത്യർ. ഇസ്രായേലിന്റെ ഇതം പ്രഥമമായ ശത്രുക്കളാണ് ഫെലിസ്ത്യൻ. സ്തോത്രം. എന്നാൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തത് ഫെലിസ്ത്യനുമായി കൂട്ടുകൂടുവാൻ വേണ്ടിയല്ല, ഇസ്രായേലിന്റെ പ്രഭുവായി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാവായിട്ടാണ് ദൈവം സ്തോത്രം ദാവീദിനെ അഭിഷേകം ചെയ്തത്. ശ്രദ്ധിക്കണമേ, അബദ്ധം പറ്റല്ലേ? അതേ, സ്തോത്രം. എന്നാൽ ഇവൻ അന്നത്തെ സാഹചര്യം നോക്കിയപ്പോൾ ഇസ്രായേലിന്റെ അന്നത്തെ രാജാവായ ശൗല് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ശൗല് എനിക്കെതിരെ തിരിഞ്ഞത് കൊണ്ട് അവനിതാ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി അവൻ ഫെലിസ്ത്യനുമായി കൂട്ടുകൂട്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. വീട്ടിൽ പോയി പിന്നെ വായിച്ചാട്ടെ, ഇപ്പൊ നോക്കിയാട്ടെ. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഇത് വായിക്കേണ്ട കാലമല്ല, ഇത് കേൾക്കേണ്ട കാലമാണ്, ഇത് പ്രാപിക്കേണ്ട കാലമാണ്. സ്തോത്രം. അവൻ പോയി ഇതാ ഫെലിസ്ത്യനോട് ദാവീദ് കൂട്ടുകൂടിയിരിക്കുന്നു. ആ കൂട്ടുകൂടിയപ്പോൾ അൺഗോഡ്ലി കമ്പനി, അൺഗോഡ്ലി ഫ്രണ്ട്ഷിപ്പ്, അൺഗോഡ്ലി റിലേഷൻ, ആ ദൈവം ഇല്ലാത്തതായ ബന്ധം കൂടിയപ്പോൾ അവന്റെ വേലി പൊളിയപ്പെടുകയുണ്ടായി. ദൈവിക സംരക്ഷണം അവന്റെ ചുറ്റും നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം വാൺ ചെയ്യട്ടെ, ദൈവം ഇല്ലാത്തതായ കമ്പനി കൂടുമ്പോൾ നിന്റെ ചുറ്റുമുള്ളതായ വേലികൾ പൊളിഞ്ഞു പോകുന്നു. ദൈവം ഇല്ലാത്തതായ കൂട്ടുകെട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാലും സത്യം സത്യമാണ്. ദൈവമില്ലാത്ത കമ്പനികളിലേക്ക് കൂടുമ്പോൾ, ദൈവമില്ലാത്ത ബന്ധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിന്റെ ചുറ്റും ദൈവം കെട്ടിയിരിക്കുന്ന ഒരു വേലിയുണ്ട്. ആ വേലി പൊളിഞ്ഞു പോകുകയാണ്. ദൈവത്തിന്റെ ജനത്തിന് എതിരെ യുദ്ധം ചെയ്യുന്നതായ, ദൈവത്തിന് എതിരെ പൊരുതാൻ പുറപ്പെടുന്ന ഫെലിസ്ത്യൻ
ശൗലിനുമായി ഇതാ ദാവീദ് ചെന്ന് ബന്ധം കൂടിയിരിക്കുന്നു. ഇൻ കേസ് ആ യുദ്ധത്തിന് ദൈവം കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് പോകാൻ ദാവീദിനെ അനുവദിച്ചിരുന്നുവെങ്കിൽ തുടർന്ന് ശൗലിനെയും യോനാഥാനെയും കൊന്നതിന്റെ പടി ദാവീദിന്റെ മേൽ വരുമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ സ്തോത്രം, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇവൻ ആരെന്നറിയാമോ? ഇവൻ സാധാ പുള്ളിയല്ല. ശൗല് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ഫാൻസ് അസോസിയേഷൻ പാടിയത് യവനെ കുറിച്ചാണ്. സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലായോ? യവനെ കുറിച്ചാണ്. അത് ഇസ്രായേൽ കന്യകമാർ പാടിയത്. ഇവൻ 10,000 കൊന്നു എന്ന്. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തിന് എവനെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കർത്താവിന്റെ വിലയേറിയ കൃപയാൽ സൂപ്പർ നാച്ചുറലി സ്തോത്രം ദാവീദിനെ പിന്തിരിപ്പിച്ച് പുറത്തേക്ക് അയച്ചു. ദാവീദിനെ പിന്തിരിച്ചു പിറ്റേ ദിവസം അതിരാവിലെ പൊയ്ക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. കേൾക്കണമേ, സ്തോത്രം, അതിൽ നിന്ന് ദൈവം സംരക്ഷിച്ചു. യേശുവിന്റെ നാമത്തിൽ എന്റെ കാല് ഏകദേശം വഴുതി പോയി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തെറ്റേണ്ട സ്ഥാനങ്ങളിൽ, അതേ സ്തോത്രം, ജീവിതത്തിൽ കറപറ്റേണ്ട അവസ്ഥകളിൽ ദൈവമായ കർത്താവ് നമ്മെ സംരക്ഷിച്ച നീ പോലും അറിയാതെ ദൈവം സംരക്ഷിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ പ്രാർത്ഥിച്ചില്ല, നീ ശാസിച്ചില്ല, നീ ബന്ധിച്ചില്ല, നീ എതിർത്തില്ല, പക്ഷെ നിന്റെ ജീവിതത്തിൽ കറപറ്റാതിരിപ്പാൻ അതേ സർവശക്തനായ ദൈവം, നിന്റെ നാളെ അറിയുന്ന ദൈവം, നിന്റെ ഭാവി അറിയുന്ന ദൈവം നിന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുകയുണ്ടായി. സ്തോത്രം, ഇൻ കേസ് ആ യുദ്ധത്തിന് പോയിരുന്നുവെങ്കിൽ ദാവീദിന്റെ സ്തോത്രം ആ തലയിൽ ശൗലിൽ കൊന്നതിന്റെ ആ പഴി വന്നേനെ, അവന്റെ ചരിത്രം മറ്റൊന്നായേനെ. എന്നാൽ നിന്റെ ചരിത്രം തിന്മയുടെ ചരിത്രമല്ല, നിന്റെ ചരിത്രം നന്മയുടെ ചരിത്രമാക്കാൻ, നിന്റെ ജീവിത ചരിത്രം നന്മയുടെ ജീവിതമാകാൻ, അതിന് ഹല്ലേലൂയ, നീ പോലും അറിയാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുന്നവനായ ദൈവം. ഒരിക്കൽ കൂടെ, നീ പോലും അറിയാതെ. സ്തോത്രമോ, കമാൻ, ഹല്ലേലൂയ. ആരോ പറയും 3 ഇരുന്നാണ് ഇത് കിട്ടിയത്, 7 ഇരുന്നാണ് കിട്ടിയത്. നോവേ, നോവേ, ഇത് 3ഉം 7ഉം 21 അവന്റെ ശുദ്ധ കൃപയാൽ, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാലാണ് നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദാവീദ് തിരിച്ചു വരികയാണ്. ആ അൺഗോഡ്ലിയായ റിലേഷൻഷിപ്പിൽ നിന്ന് ദാവീദ് തിരിച്ചു വരുമ്പോൾ, ഫിലിസ്ത്യന്റെ പാളയത്തിൽ നിന്ന് അവൻ തിരിച്ചു വന്നപ്പോൾ അവനിതാ സ്തോത്രം ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ച അവൻ കാണുന്നു. സാധാരണ യുദ്ധം കഴിഞ്ഞ് ദാവീദ് തിരിച്ചു വരുന്നതായ സമയത്ത് അവൻ എതിരേൽപ്പാൻ 100 കണക്കിന് ഇസ്രായേൽ കന്യകമാർ പാട്ടും പാടി, ജയത്തിന്റെ പാട്ടും പാടി അവനെ എതിരേൽക്കും. കാരണം ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? എവിടെ പോയാലും ജയിച്ചേ വരാവൂ. ആമേൻ. ഏത് ഗ്രാമത്തിൽ പോയാലും ജയിച്ചേ വരാവൂ. നാളെ ഞാൻ വിശാഖപട്ടണം ണല്ലോ. സ്തോത്രം, അത് എവിടെ പോയാലും ജയിച്ചേ വരാവൂ. വെദർ ഇറ്റ് ഈസ് എ ബിഗ് മീറ്റിംഗ് ഓർ എ സ്മോൾ മീറ്റിംഗ്, അതൊരു ചെറിയ ഗാദറിംഗ് ആയിരിക്കാം, വലുതായിരിക്കാം, പക്ഷെ ജീവിക്കുന്നത് മുറിവേറ്റ് പിന്മാറാനല്ല, പകരം ജയിച്ച് മുന്നേറാൻ വേണ്ടിയാണ് യേശുവിന്റെ നാമത്തില്. അതുകൊണ്ട് എവിടെ ചെന്നാലും ജയം നിശ്ചയമായി ഉണ്ടായി തന്നെ ആകണം. ദാവീദ് ജയിച്ചു വരുന്നതായ സമയത്ത് ഇസ്രായേൽ കന്യകമാർ അതേ ജയത്തിന്റെ പാട്ടും പാടി, ആഘോഷത്തിന്റെ ഗാനം പാടി അവനെ എതിരേൽക്കും. അവിടെ സ്തോത്രം, ഇസ്രായേൽ കന്യകമാർ വരുന്നില്ല. അവിടെ വേറെ ആരെയും കാണുവാൻ തൊക്കെ കഴിയുന്നില്ല. കാരണം ആ ഭാഗത്ത് വേദപുസ്തകം പറയുന്നു, വലിയവരെയും ചെറിയവരെയും അതേ അമാലേക്കൻ പിടിച്ചിട്ട് പോയി. എല്ലാവരും പറഞ്ഞാട്ടെ, അമാലേക്കൻ. ഒരിക്കൽ കൂടെ സ്തോത്രം, അമാലേക്കൻ പിടിച്ചിട്ട് പോയി. വലിയവരെയും ചെറിയവരെയും സ്തോത്രം പിടിച്ചിട്ട് പോയി. സിക്ലാഗ് എന്ന ദാവീദിന്റെ ആ ക്യാമ്പ് മുഴുവൻ ഇതാ തീ വച്ച്, 100 കണക്കിന് വീടുകൾ തീ വച്ച് അതിനെ ചാരമായി കിടക്കുന്നു. ആ പട്ടണം മുഴുവൻ ചാരമായി കിടക്കുകയാണ്. അവിടെ ഒരൊറ്റ മനുഷ്യ ജീവിയെ കാണുവാൻ തക്കോണം കഴിയുന്നില്ല. മുഴുവൻ ചാരമായി കിടക്കുകയാണ്. എല്ലാം സ്തോത്രം ശൂന്യമായി കിടക്കുന്നു. ആരെയും കാണുവാൻ കഴിയുന്നില്ല. സ്തോത്രം, അതേ ദാവീദും കൂടെയുള്ളവരും അതിഭയങ്കരമായി ബലമില്ലാതെ കരയുകയുണ്ടായി. കാരണം അത്രയ്ക്ക് ദുഃഖത്തിൽ മേൽ ദുഃഖം ആയി, അത്രമയ്ക്ക് മേൽ സ്തോത്രം ഭാരത്തിന്മേൽ ഭാരം ഏറ്റെടുത്ത് കരവാൻ പോലും ശക്തിയില്ലാതെ അവർ കരയുകയുണ്ടായി. കാരണം ഇതാ അമാലേക്കൻ ആക്രമിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക, 6 ജാതികൾ മുന്നിൽ നിന്ന് ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവനാണ് അമാലേക്കൻ. പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിലും അതേ മോശയുടെ കാലത്തും പിന്നിൽ നിന്ന് ആക്രമിച്ചവനാണ് അമാലേക്കൻ. 6 ജാതി മുന്നിൽ നിന്ന് ആക്രമിക്കും. മുന്നിൽ നിന്നുള്ള ആക്രമണത്തിന് ഞാനിങ്ങനെ പേര് കൊടുക്കും, പാമ്പിന്റെ ആക്രമണം.
പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതിൻ്റെ പേരാണ് തേളിൻ്റെ ആക്രമണം. തേളിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. തേളിനെ കണ്ടിട്ടുള്ളവരൊക്കെ, പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ, സൂസിയാൻ്റെ ഉൾപ്പെടെ. സ്തോത്രം. അതേ, പാമ്പിനെ കണ്ടിട്ടുള്ളവർ, ഓ കമാൻ, ഹല്ലേലൂയ. പാമ്പ് മുന്നിലേക്ക് കൊത്തുമ്പോൾ തേള് തൻ്റെ നീളമുള്ള കൈ കൊണ്ട് ഇരയെ പിടിച്ചു വെച്ച് വാൽ കൊണ്ട് പിന്നിൽ നിന്നാണ് കുത്തുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാമ്പും തേളും പറഞ്ഞ് സ്തോത്രം പേടിപ്പിക്കാനല്ല എനിക്ക് നിയോഗം. എന്നാൽ ശത്രു പാമ്പായി വന്നാലും അവൻ തേളായി വന്നാലും, ശത്രു പ്രത്യക്ഷമായി വന്നാലും അപ്രത്യക്ഷമായി വന്നാലും, അറിഞ്ഞ വിഷയത്തിൽ പിശാച് പൊരുതിയാലും അറിയാത്ത വിഷയങ്ങളുടെ സത്താൻ പൊരുതിയാലും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഓ, ഒരു ദോഷം നിനക്ക് ഭവിക്കയില്ല, ഒരു തിന്മയും നിന്നെ തൊടുകയില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ദോഷം നിനക്ക് ഭവിക്കയില്ല, ഒരു തിന്മയും നിന്നെ തൊടുകയില്ല. 6 ജാതികൾ മുന്നിൽ നിന്ന് ആക്രമിക്കും, എന്നാൽ 7ാമത്തെ ജാതി പിന്നിൽ നിന്ന് ആക്രമിക്കും. അമാലിക്കൻ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവനാണ്, ഒളിച്ചാക്രമിക്കുന്നവൻ. സ്തോത്രം. അറിയാത്ത നിലയിൽ പിൻപിൽ നിന്ന് ആക്രമിക്കുന്നവനാണ് അമാലിക്കൻ. അവൻ മുന്നിൽ നിന്ന് ആക്രമിക്കത്തില്ല. മോശയുടെ കാലത്താണെങ്കിലും ദാവീദിന്റെ കാലത്താണെങ്കിലും പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവനാണ് അമാലിക്കൻ. സോ അമാലിക്കൻ പിന്നിൽ വന്ന് ആക്രമിച്ച് സിക്ലാഗിലുള്ളതായ സകലതിരെ തകർത്തു കളഞ്ഞു. സിക്ലാഗിലുള്ളതായ ദാവീദിന്റെ സകല സമ്പാദ്യത്തെയും തന്റെ ഭാര്യയും തന്റെ മക്കളെയും മുഴുവൻ സ്തോത്രം കൊണ്ടുപോയി. അങ്ങനെ ഇത് ബലമില്ലാതെ ദാവീദും കൂടെയുള്ളവരും കരയുകയാണ്. ആ കൂടെയുള്ള 600 പോരാളികളുണ്ട്. അവർ ഇപ്രകാരം നോക്കുമ്പോൾ തങ്ങളുടെയും ഭാര്യമാർ പോയി, തങ്ങളുടെയും മക്കൾ പോയി. അവർ ഇപ്രകാരം പറഞ്ഞു, യവൻ നിമിത്തമാണ്, യവന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടാണ്, ഈ ലീഡറിന്റെ പിന്നാലെ പോയിട്ടാണ് സ്തോത്രം അതെ ഞങ്ങൾക്കും ഈ നഷ്ടം വന്നത് എന്ന് പറഞ്ഞ് ദുഃഖത്തിന്മേൽ ദുഃഖമായി കൂടെ ഉള്ളവരും അവനെതിരെ തിരിഞ്ഞു. കൂടെ ഉള്ളവരും ആ കഷ്ടകാലത്ത്, ആ പോരാട്ട സമയത്ത് കൂടെ ഉള്ളവരും അവനെതിരെ തിരിഞ്ഞു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങളുടെ കഷ്ടകാലത്ത്, നിങ്ങളുടെ തകർച്ചയുടെ സമയത്താണ് കൂടെയുള്ളവരുടെ യഥാർത്ഥ കളർ തിരിച്ചറിയുന്നത്. ഞാൻ നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞത്. കമാൺ, ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യമല്ലേ പറഞ്ഞു. നിങ്ങളിങ്ങനെ മൗനമായിരുന്ന് എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. കൂടെ നിൽക്കുന്നവരുടെ യഥാർത്ഥ കളർ അറിയുന്നത് ജീവിതത്തിന്റെ നല്ല കാലത്ത് അല്ല. സിയോൻ കോട്ട പിടിക്കുമ്പോൾ എല്ലാവരും ഹോശന പാടാനുണ്ടാകും, അതല്ല അവിടെ യഥാർത്ഥ ചിത്രം. ജീവിതത്തിലെ ഏറ്റവും വലിയ നിലവിളിയുടെ അതേ മുഹൂർത്തം കടന്നു വരുമ്പോൾ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയും നിന്ദയും അപമാനവും കടന്നു വരുമ്പോൾ, അപ്പോഴാണ് കൂടെ നിൽക്കുന്നവരുടെ യഥാർത്ഥ ചിത്രം സ്തോത്രം തെളിയുന്നത്. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുത്ത് കാണാതെ പഠിക്ക്. നല്ല കാലത്ത് ഫാൻസ് കൂടെ ഇരിക്കും, കഷ്ടകാലത്ത് ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. നല്ല കാലത്ത് ഫാൻസ് കൂടെ ഇരിക്കും, കഷ്ടകാലത്ത് ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. ഇപ്പോൾ ഇതാ കൂടെ നിൽക്കുന്നവർ തന്നെ അവിടെ ജീവിതത്തിന്റെ ദുഃഖം നിമിത്തം അവനെ കല്ല് എറിവാൻ വേണ്ടി സ്തോത്രം എടുത്തിരിക്കുകയാണ്. അവനെ എറിവാൻ കല്ല് എടുത്തിരിക്കുകയാണ്. ഓൾറെഡി സ്തോത്രം അമാലിയക്കന്റെ ആക്രമണം വന്നിരിക്കുന്നു. അതേ, തനിക്ക് നഷ്ടം നേരിട്ടിരിക്കുന്നു. കൂടെ നിൽക്കുന്നവരും സപ്പോർട്ടില്ല, കൂടെ നിൽക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ മനുഷ്യൻ കമ്പ്യൂട്ടർ അല്ല, ആ മനുഷ്യൻ അവൻ അഭിഷിക്തനാണ്, അവൻ ഭാവി രാജാവാണ്. പക്ഷെ എങ്കിലും സ്തോത്രം ആ മനുഷ്യൻ സ്തോത്രം അതെ അവനൊരു മനുഷ്യൻ തന്നെയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, മനുഷ്യൻ തന്നെയാണ്. പറഞ്ഞാട്ടെ, മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾ ഓഫീസിൽ വലിയവരായിരിക്കാം, നിങ്ങൾ നോക്കിയ 100 കണക്കിന് ആൾക്കാർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടായിരിക്കാം, പലരും സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, മാനുഷ്യമായി നിങ്ങൾക്ക് നല്ലൊരു യൂണിഫോം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ വിങ്ങുന്ന ഒരു ഹൃദയമുണ്ട്. അത് ലോകക്കാർക്ക് കാണുവാൻ കഴിയത്തില്ല, അത് ദൈവത്തിന് മാത്രമേ കാണുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ മുഖത്തെ കാണുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ അവൻ എന്നാ കുഴപ്പം, അവൾക്കെന്നാ കുഴപ്പം, അവർക്കെന്നാ കുറവ് എന്ന് പറഞ്ഞ് മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു. എന്നാൽ ഒരു സ്കാനിങ്ങിനും എക്സ്റേക്കും കാണാൻ കഴിയാത്തത്, ഒരു ഡോക്ടർക്ക് കാണുവാൻ കഴിയാത്തത്, അഗ്നി ജ്വാലക്കത്ത കണ്ണോട് കൂടിയവനായ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കാണുന്നു. കല്ലെറിയുന്നവർക്ക് കാണുവാൻ കഴിയുന്നില്ല, ആക്രമിക്കുന്നവർക്ക് കാണുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അങ്ങനെ കൂടെ നിൽക്കാൻ ആരുമില്ല. ആക്രമണത്തിൽ നഷ്ടത്തിന്മേൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു, കൂടെ സപ്പോർട്ടിന് ആരുമില്ല. പക്ഷെ തിരുവചനം പറയുന്നു, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദാവീദുണ്ടല്ലോ, അവൻ ദൈവമായ കർത്താവിൽ അവൻ ധൈര്യപ്പെട്ടു. സ്തോത്രം. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദാവീദോ
തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. വാതുറന്ന് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചു പറയാൻ വേണ്ടി പോവാ. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. കോവിഡ് കാലം എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കല്ലേ. അടുത്തിരിക്കുന്നവർ രണ്ടുപേരെ തൊട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൊക്കെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അവരെ തട്ടി എണീപ്പിച്ചെന്ന് പറഞ്ഞേ കർത്താവിൽ ധൈര്യപ്പെടണം. പറഞ്ഞേ കർത്താവിൽ ധൈര്യപ്പെടണം, കർത്താവിൽ ധൈര്യപ്പെടണം. പെട്ടെന്ന് പറ, കർത്താവിൽ ധൈര്യപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൽ ധൈര്യപ്പെടണം. ഈ സ്തോത്രം 26 തീയതിയാ. ഈ 26 നമ്മൾ ധൈര്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് ധൈര്യപ്പെടുന്നത്? ധൈര്യം ചെയ്യിച്ച ആരോ എന്നെ ശ്രദ്ധിക്കുന്നു. പുറമേ ബലമുണ്ട് എന്ന് തോന്നിയാലും ഉള്ളിൽ ധൈര്യം ചെയ്യിച്ച ആരോ എന്നെ കേൾക്കുന്നു. സ്തോത്രം. ഇപ്പോൾ നിനക്ക് ഡിസ്കറേജ്മെന്റിന്റെ ടൈം അല്ല, ഇത് നിന്റെ ധൈര്യത്തിന്റെ കാലം ആണ്. ഇപ്പോൾ നീ ധൈര്യപ്പെട്ടില്ലെങ്കിൽ ജീവിതം പോയി. ഇപ്പോൾ നിന്നെ ധൈര്യപ്പെട്ടില്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ഹല്ലേലൂയ. ആക്രമിക്കുന്നവർ ആക്രമിക്കട്ടെ, സപ്പോർട്ട് കുറയുന്നെങ്കിൽ കുറയട്ടെ. പക്ഷെ യേശുവിന്റെ നാമത്തിൽ നീ സൈഡിൽ പിടിക്കരുത്, ഫ്രണ്ട്സിലും ബന്ധുക്കളിലും പിടിക്കല്. നിന്റെ പിടി മേലെ തന്നെ ആയിരിക്കട്ടെ. ദൈവത്തിൽ ധൈര്യപ്പെട്, ദൈവത്തിൽ ധൈര്യപ്പെട്, ദൈവത്തിൽ ധൈര്യപ്പെട്. ഹല്ലേലൂയ. കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ അവൻ അവിടെ ഇല്ല. പ്രവാചകന്മാർ നിരനിരയായിരുന്നു, പ്രവചിക്കുന്നില്ല. ആരും അവനെ കോഡലസ് മയക്കം പിടിച്ച് സ്തോത്രം പ്രസംഗിച്ച് ബലപ്പെടുത്താനില്ല. പക്ഷേ ആ പ്രതികൂല കാലാവസ്ഥയിൽ ദാവീദ് ധൈര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരം തളർന്നു പോയാലും നിങ്ങളുടെ മനസ്സ് തളർന്നു പോകല്ല. സ്തോത്രം. നിങ്ങളുടെ ശരീരം തളർന്നു പോയാലും നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത്. നിങ്ങളുടെ ശരീരം തളർന്നു പോയാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ജയിപ്പാൻ കഴിയും. എന്നാൽ മനസ്സ് തളർന്നു പോയാൽ വീണ്ടും മനസ്സ് തളർന്നു പോയാൽ അയ്യോ ജീവിതം തോറ്റത് തന്നെ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്റെ കയ്യേക്കാൾ കാലിനേക്കാൾ എന്റെ കണ്ണിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ സംരക്ഷിക്കേണ്ടത് എന്റെ മനസ്സാണ്. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് മനസ്സ് അധൈര്യപ്പെട്ടു പോകരുത്. മനസ്സിനോട് പറയണം, ഹേ സുരേഷേ നോക്കടാ, ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. സ്വന്തം തോളിൽ തട്ടിട്ട് പറ, ഇത്രത്തോളം നീ നിന്നല്ലോ, ഇത്രത്തോളം ദൈവം നിന്നെ കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം ദൈവം നിന്നെ നിർത്തിയല്ലോ, ഇത്രത്തോളം ദൈവം നിന്നെ ആക്കിയല്ലോ, ഇത്രത്തോളം ദൈവകൃപ നീ കണ്ടല്ലോ, ഇത്രത്തോളം ദൈവത്തിന്റെ അനുഗ്രഹം നീ ഏറ്റെടുത്തല്ലോ, ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിച്ചല്ലോ. Come on, ഇത്രത്തോളം നീ നിന്നതല്ല, തമ്പുരാൻ നിന്നെ നിർത്തി അണഞ്ഞു പോകാത്ത ദീപമാക്കി. ദൈവത്തിന്റെ കൃപയിൽ ഇത്രത്തോളം ദൈവം നിന്നെ കൊണ്ടുവന്നല്ലോ. ധൈര്യപ്പെട്ടാട്ടെ, യേശുവിന്റെ നാമത്തിൽ ധൈര്യപ്പെട്ടാട്ടെ. അല്ലാതെ അവരെന്നെ ധൈര്യപ്പെടുത്തും, അവരെന്നെ ഉത്സാഹിപ്പിക്കും, മറ്റവരെന്നെ സഹായിക്കും, അവരെന്നെ എൻകറേജ് ചെയ്യും. നോവേ, ഇത് തണുപ്പിക്കുന്ന ലോകമാണ്, ഇത് തകർക്കുന്ന ലോകമാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചില സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കേക്ക് മേടിച്ച് ആർക്കും കൊടുക്കാതെ നിങ്ങൾ തന്നെ കഴിക്കേണ്ടി വരും. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? സ്തോത്രം. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കേക്ക് വാങ്ങണം. എന്നിട്ട് ആ കേക്കിന്റെ പുറത്ത് എഴുതണം, ഇത് എനിക്ക് മാത്രം. ഹല്ലേലൂയ. ആ കേക്കിന്റെ പുറത്ത് അതെ നിങ്ങളുടെ പേരെഴുതിയിട്ട് പറയണം, ഇത് എനിക്ക് മാത്രം. ഓ ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെലവഴിച്ചില്ല, എനിക്ക് വേണ്ടി ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല, എന്നെ ആരും ഉത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ട് ആ കേക്കിന് ചുറ്റും നിങ്ങൾ തന്നെ ഒന്ന് നൃത്തം ചെയ്ത് പറയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ യഥാർത്ഥ സാക്ഷ്യം പലരും കേട്ടിട്ടില്ല, നമ്മുടെ യഥാർത്ഥ അനുഭവം പലർക്കും അറിയത്തില്ല, നമ്മൾ വന്ന വെള്ളത്തിന്റെ ആഴവും തീയുടെ ഊറ്റവും പലർക്കും അറിയത്തില്ല. ഒരിക്കൽ കൂടെ, നമ്മൾ വന്ന വെള്ളത്തിന്റെ ആഴവും തീയുടെ വലിപ്പവും പലർക്കും അറിയത്തില്ല. അതിന്റെ ദശാംശം പലർക്കും വന്നിരുന്നെങ്കിൽ അവർ ഊളംപാറ കയറിയേനെ. നമ്മൾ അനുഭവിച്ചതിന്റെ പല ദശാംശം വന്നിരുന്നെങ്കിൽ അവൻ റെയിൽവേ ട്രാക്കിൽ കിടന്നേനെ. നമ്മൾ അനുഭവിച്ചതിന്റെ ദശാംശം പലർക്കും വന്നെങ്കിൽ എന്നെ ശുശ്രൂഷയിൽ നിന്ന് പോയേനെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം. കാലുണ്ടായിട്ടല്ല നമ്മൾ ഓടുന്നത്, ഇല്ലാത്ത കാല് സ്വർഗം നൽകി തന്ന് മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ നൽകി. ഇല്ലാത്ത കാലിന്റെ സ്ഥാനത്ത് മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ നൽകി, മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ നൽകി, മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ നൽകി ദൈവം ഓടിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ.
കാലില്ലെന്ന് പറയുന്നു. മാൻപേടയ്ക്ക് തുല്യമായ കാല് ദൈവം നിനക്ക് തന്ന് നിന്നെ ഓടിപ്പിക്കുന്നു. മനുഷ്യന്റെ കാലില്ല. അയ്യോ എനിക്ക് ചിറകില്ലെന്ന് ആരെങ്കിലും പറയുന്നു, ഡോണ്ട് വറി. ചിറകില്ലെന്ന് ആരെങ്കിലും പറയുന്നു, നീൽ ആംസ്ട്രോങ്ങിന്റെ ചിറകല്ല, പകരം സ്തോത്രം അതെ കഴുകൻ ചിറക് നൽകി, കഴുകൻ ചിറക് നൽകി ദൈവം നിന്നെ പറപ്പിക്കുന്നു. കഴുകൻ ചിറക് നൽകി ദൈവം നിന്നെ പറപ്പിക്കുന്നു. മാൻപേടയ്ക്ക് തുല്യമായ കാല് നിനക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ താഴ്വരയിൽ തകർന്നു പോകത്തില്ല. മനുഷ്യർ പറയുമായിരിക്കും ആ താഴ്വരയിൽ നീ കയറത്തില്ല എന്ന്. എന്നാൽ യേശുവിൻ നാമത്തിൽ അടുത്ത ഒക്ടോബറിൽ നിന്നെ കാണണമെങ്കിൽ ഞാൻ താഴ്വരയിൽ കുനിഞ്ഞല്ല നോക്കുന്നത്, ഞാൻ പർവ്വതത്തിൽ തല ഉയർത്തിയാണ് നോക്കാൻ പോകുന്നത്. ഞാൻ കുനിഞ്ഞല്ല നിന്നെ കാണാൻ വേണ്ടി പോകുന്നത്, ഞാൻ തല ഉയർത്തി നിന്നെ നോക്കേണ്ടി വരും. ഞാൻ തല ഉയർത്തി തല ഉയർത്തി തല ഉയർത്തി തല ഉയർത്തിയാലേ നിന്നെ കാണാൻ കഴിയത്തുള്ളൂ. കാരണം ഇത് നിന്റെ വീഴ്ചയുടെ കാലമല്ല, ഇത് നിന്റെ താഴ്ചയുടെ കാലമല്ല, ഇത് നിന്റെ തകർച്ചയുടെ കാലമല്ല, ഇത് നിന്റെ ഉയർച്ചയുടെ കാലമാണ്. ഓടിക്കോ ഓടിക്കോ ഓടിക്കയറിക്കോ, ആ താഴ്വരയിൽ നിന്ന് ഓടിക്കയറിക്കോ. ആ ദുഃഖത്തിന്റെ നിരാശയുടെ താഴ്വരയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഓടിക്കയറിക്കോ. ധൈര്യമായിരിക്കെ ധൈര്യമായിരിക്കെ. മനുഷ്യൻ തരുന്നതിനേക്കാൾ നല്ല കാലുകൾ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ചിറകുകൾ, നല്ല കാലുകൾ, നല്ല ചിറകുകൾ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് യേശുവിന്റെ നാമത്തില് ഡിസ്കറേജ് ചെയ്യുന്ന ജനത്തിന്റെ നടുവില് ദാവീദോ ദൈവമായ കർത്താവിൽ അവനിതാ ധൈര്യപ്പെട്ടു. പരിശുദ്ധാത്മാവ് ധൈര്യം തരുന്ന ആത്മാവല്ല, പരിശുദ്ധാത്മാവ് നിന്റെ ധൈര്യപ്പെടുത്തുന്ന ആത്മാവാണ്. എത്ര പേർക്ക് പറയാൻ കഴിയുന്നു പകൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തുന്നവരാണ്. 1 Corinthians 14:3 പറയുന്നു, ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നവനാണ് ദൈവത്തിന്റെ ആത്മാവ്. യെസ്, ഹി ഈസ് എൻകറേജ്മെന്റ്, ഹി ഈസ് ദ സ്പിരിറ്റ് ഓഫ് എൻകറേജ്മെന്റ്. അവൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള അവരെ കൈയടിച്ചില്ല, പകരം അവരെ കല്ലാണ് എടുത്തത്. അവരെന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഹൂ കെയർസ് അബൌട്ട് ദാറ്റ്? എന്റെ സപ്പോർട്ട് സൈഡിലല്ലടോ, എന്റെ സപ്പോർട്ട് മേലെയാണോ. ചിലർ കുതിരകളും ചിലർ രഥത്തിലും ആശ്രയിക്കടോ. നിനക്കെന്നെ താഴ്ത്താൻ കഴിയത്തില്ലടോ, നിനക്കെന്നെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയത്തില്ലടോ. ഞാൻ എഫക്റ്റീവ് ആണോ, കാരണം സ്തോത്രം എന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ എവിടെയും എഫക്റ്റീവാണ്, എവിടെയും എനിക്ക് ജയമാണ്. എന്നും ഞാൻ കാണുന്നത് സാഹചര്യമല്ല, ഒരു ബ്രേക്ക് ത്രൂ ആണ് ഞാൻ കാണുന്നത്. വായ്കളെ തുറന്ന് ജനം ദൈവത്തോട് സംസാരിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. അതേ ദൈവമായ കർത്താവിന്റെ കൃപയാൽ ദാവീദ് ധൈര്യപ്പെട്ടു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, സാഹചര്യം നോക്കി ആ ധൈര്യപ്പെടല്. എപ്പോഴും ധൈര്യമായിരിക്കെ. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ധൈര്യപ്പെട്ടു. പറ പറ പറ, ധൈര്യപ്പെട്ടു. ആ ധൈര്യം ജയിച്ചാൽ മാത്രമേ ഈ സാഹചര്യത്തെ ജയിപ്പാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, ധൈര്യം പെട്ടാൽ മാത്രമേ, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാഹചര്യത്തെ നിനക്ക് ജയിപ്പാൻ കഴിയത്തുള്ളൂ. ധൈര്യം ഇല്ലെങ്കിൽ ഈ ബെർശബ മരുഭൂമിയിൽ നിന്റെ അന്ത്യ കൂദാശ നടത്തപ്പെടേണ്ടി വരും. കാരണം സ്തോത്രം, അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞ, ഇവിടെ നിനക്ക് എന്ത് കാര്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ മരുഭൂമിയിൽ ഈ താഴ്വരയിൽ കിടക്കേണ്ടവനല്ല, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കാണാൻ കിടക്കുകയാണ്. ഒത്തിരി നല്ല നല്ല മൈൽ സ്റ്റോൺ, ഒത്തിരി നല്ല നാഴികക്കല്ലുകൾ നിങ്ങൾക്ക് പിന്തുടരേണ്ടതായിട്ട്. ഒത്തിരി വലിയ കാര്യങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഒത്തിരി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കൊച്ചുമക്കൾക്കും പഠനമായി ഘട്ടം ഘട്ടമായി വെളിപ്പെടുന്നത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇതല്ല ജീവിതം, ഇതല്ല. കമാൺ, ധൈര്യപ്പെട്ട് പുറത്തു വന്നാട്ടെ. ഈ നിരാശകളെ കുടഞ്ഞു കളഞ്ഞാട്ടെ, ഈ ദുഃഖത്തെ, ഈ ഡിസ്കറേജ്മെന്റിനെ യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളഞ്ഞാട്ടെ. സത്താൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാടക്ക് മിണ്ടാതിരിക്കെ, അടച്ചുപൂട്ടി അകത്തിരിക്കെ. സ്തോത്രം, അതാണ് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കാണുന്നത്. വാടക്ക് അടച്ചുപൂട്ടി അകത്തിരിക്കെ. അമേരിക്ക അടച്ചിട്ടു, സ്തോത്രം, ലോക രാജ്യങ്ങളെ അടച്ചിട്ടു, ഇന്ത്യയെ അടച്ചിട്ടു. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അടച്ചിടാത്ത ഒരേ ഒരു ജാതിയേ ഉള്ളൂ. ബാക്കിയുള്ള സകലതിനെയും പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ തക്കവണ്ണം കഴിയും. ലോകത്തിലെ സാമ്രാജ്യങ്ങളെ, ലോകത്തിലെ രാജ്യങ്ങളെ, ഈവൻ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനെ, WHO ഒക്കെ പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ഉയർത്തെഴുന്നേറ്റ എന്റെ രക്ഷകൻ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും.
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ അടച്ചുപൂട്ടി മിണ്ടാതിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് യേശുവിൻ നാമത്തിൽ വായ്കളെ തുറന്ന് ഇന്ന് പകൽക്കാലം ജനം ധൈര്യപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ. ഈ സാഹചര്യത്തെ ഞാൻ ജയിക്കും. എനിക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തിരിക്കുന്ന 7 പേരെ നോക്കി പറയും, എനിക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പറ. 7 പേരെ. ആ വീട്ടിൽ 7 പേരല്ലയോ? അയൽവാസികളെ ചിലരെ കൂടെ കടമെടുത്ത് പറഞ്ഞാട്ടെ, എനിക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ കാലത്ത് എനിക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ സാഹചര്യത്തെ എനിക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കേ ഇത് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇത് എന്റെ ആലോചനയല്ല പറയുന്നത്. എന്റെ അപ്പച്ചൻ അറിയാം, എനിക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. നിനക്കേ ഇത് ജയിക്കാൻ പറ്റത്തുള്ളൂ. നിനക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ആ വീടിനെ ഇത് കൈകാര്യം ചെയ്ത് ജയിക്കാൻ കഴിയത്തുള്ളൂ. ആ കുടുംബത്തിനെ ഇത് കൈകാര്യം ചെയ്ത്, ആ സഭയ്ക്ക്, ആ ദൈവദാസനെ ഇത് കൈകാര്യം ചെയ്ത് ജയിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ കീറാമുട്ടി, ഈ സിക്ലാഗ് നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നത്. സ്തോത്രം. ഏറ്റവും വലിയ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കൂടെയുള്ളവർ സ്തോത്രം ആരും സപ്പോർട്ടീവ് അല്ല. അമാരിക്കൻ വന്ന് ഇത് ആക്രമിക്കുന്നു. അമാരിക്കൻ ആക്രമിച്ച് മുഴുവൻ ചാരമാക്കി ഇട്ടിരിക്കുകയാണ്. കൂടെയുള്ളവർ സപ്പോർട്ടീവ് അല്ല. അതുവരെ സ്തോത്രം കൂടെ നടന്ന കല്ലെറിവാൻ വേണ്ടി കല്ലെടുത്തിരിക്കുന്നു. ആ സമയത്ത് അവൻ ധൈര്യപ്പെട്ടു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ധൈര്യപ്പെട്ട് ചോദിക്കുന്നു, ഐ വാണ്ട് ഹിയർ. എനിക്ക് കേൾക്കണം, എനിക്കൊരു കാര്യം കേൾക്കണം. കേട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് കേൾക്കേണ്ടത് ചലച്ചിത്ര ഗാനങ്ങളല്ല, എനിക്ക് കേൾക്കേണ്ടത് സീരിയൽ മ്യൂസിക് അല്ല, എനിക്ക് കേൾക്കേണ്ടത് MTVയും മറ്റോ ഏതെങ്കിലും VTVയും അല്ല. എനിക്ക് കേൾക്കേണ്ടത് ദൈവത്തിന്റെ ആലോചന എനിക്ക് കേൾക്കണം. ഉത്സാഹത്തോടെ അവൻ പറയുന്നു, എനിക്കിപ്പോ കേൾക്കേണ്ടത് ദൈവത്തിന്റെ ആലോചനയാണ്. സ്തോത്രം. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ദിസ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ടു റിമെമ്പർ. ഒരിക്കൽ കൂടെ, ദിസ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ടു റിമെമ്പർ. അതിനുവേണ്ടി ഈ മണിക്കൂറുകളിൽ നീ ദൈവത്തിന്റെ ആലോചന കേട്ടേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആലോചന കേട്ടേ പറ്റത്തുള്ളൂ. യെസ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എന്റെ ദൈവം സംസാരിക്കുന്നവനാണ്. പറ, എന്റെ ദൈവം സംസാരിക്കുന്നവനാണ്. എന്റെ ദൈവം സംസാരിക്കുന്നവനാണ്. ഗുപ്ത നിക്ഷേപങ്ങളെ വെളിപ്പെടുത്തി ദൈവം സംസാരിക്കുന്ന മണിക്കൂറുകളാണിത്. ഗുപ്ത നിക്ഷേപങ്ങൾ. ഞാൻ വീണ്ടും പറയും. ആരോട് പ്രവചിച്ചു പറയുകയാണ്? ഓ ഹല്ലേലൂയ. എന്റെ മകളെ, ഇത് സാധാ ദിവസങ്ങൾ അല്ല. ഗുപ്ത നിക്ഷേപങ്ങൾ വെളിപ്പെടുത്തി ദൈവം നിന്നോട് സംസാരിക്കുന്ന ദിവസങ്ങളാണിത്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി നീ ദൈവ ശബ്ദം കേൾക്കുന്ന ദിവസങ്ങൾ ആണിത്. ഓ ഹല്ലേലൂയ. ഇതൊരു കോമൺ ദൂതല്ല, ഒരു അൺകോമൺ മെസ്സേജ്. ഒരു അൺകോമൺ മെസ്സേജിന്റെ കൈമാറ്റം നിന്റെ ബെഡ്റൂമിൽ ദൈവത്തിന്റെ കൃപയാൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. യെസ് യെസ് യെസ്. അത് പറയുമ്പോൾ തന്നെ ഒരു പ്രൊഫറ്റിക് ദൂതിന്റെ മാന്റിൽ ഈ ദൈവ ജനത്തിന്മേൽ മൂടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അൺകോമൺ ആയിട്ടുള്ള ഒരു പ്രവചന ദൂതിന്റെ കൈമാറ്റം. അൺകോമൺ ആയിട്ടുള്ള ഒരു പ്രവചന ആർക്കും വേണ്ടിയോ? കമോൺ. ഹല്ലേലൂയ. റോഖോബോ ശാംദ അലീഥന റെഖോനിയാശ. യേശുവിന്റെ നാമത്തിൽ അൺകോമണായി നീ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അൺകോമൺ ദൂതിന്റെ കൈമാറ്റം ഈ ദിവസത്തിൽ നീ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. അതിനായി അകത്തെ മനുഷ്യന്റെ ചെവികൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, ചെവികളും കണ്ണുകളും തുറക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ. ഓ, കേൾക്കാത്തവൻ ഈ ദിവസങ്ങളിൽ താളടിയാകുമ്പോൾ, കേൾക്കാത്തവൻ ഈ ദിവസങ്ങളിൽ സ്റ്റാഗ്നന്റ് ആകുമ്പോൾ, കേൾക്കാത്തവൻ ഈ ദിവസങ്ങളിൽ പരാജയപ്പെടുമ്പോൾ, ഐ ഗ്യാരണ്ടി യു, കേൾക്കുന്നവൻ തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ പോകുകയാണ്. ദൈവാലോചന കേട്ട് ആ ദൈവാലോചന പ്രകാരം മുന്നേറുന്നവൻ തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ദൈവം നിന്നോട് സംസാരിപ്പിക്കുന്നു. ദൈവം നിന്നോട് സംസാരിക്കുന്നു. ദൈവം നിന്നോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് ഇത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, സ്തോത്രം. അതെ, അവൻ ധൈര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം ധൈര്യപ്പെട്ട എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി മലയാളത്തിലെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, ഒരിക്കൽ കൂടെ ധൈര്യപ്പെട്ട എല്ലാവരും ഇംഗ്ലീഷിൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, ധൈര്യപ്പെട്ട എല്ലാവരും സ്പാനിഷിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, ധൈര്യപ്പെട്ട എല്ലാവരും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷകളൊന്നായ പോർച്ചുഗീസിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, ധൈര്യപ്പെട്ട എല്ലാവരും, ഓ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എബ്രായ ഭാഷയിൽ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്. യേശുവിന്റെ നാമത്തിൽ നീ ധൈര്യപ്പെട്ടാൽ ദൈവം നിന്നോട് സംസാരിക്കും. അവൻ ധൈര്യപ്പെട്ടവൻ പറഞ്ഞു, ഇതല്ലല്ലോ ജീവിതം, ഇത്
ഇതിനല്ലല്ലോ എൻ്റെ അപ്പച്ചൻ എന്നെ അഭിഷേകം ചെയ്തത്. പുൽപ്പുറത്തിൽ വെച്ച് എൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തത് എവരുടെ ആട്ടും എവരുടെ തുപ്പും മറ്റവന്റെ കല്ലേറും കണ്ടിരിക്കാൻ വേണ്ടിയല്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ജീവിതം പാളിപ്പോകും. അതുകൊണ്ട് എൻ്റെ പൊടിയെ എനിക്ക് തട്ടി എണീറ്റേ പറ്റത്തുള്ളൂ. ഈ ഡിസ്കറേജ്മെന്റിൽ നിന്ന്, ഈ ചുറ്റുപാടിലുള്ള നോട്ടത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ മേലൊരു ചുമതലയുണ്ട്, എൻ്റെ മേലൊരു പ്രത്യേക മാൻഡേറ്റ് ഉണ്ട്, എൻ്റെ മേലൊരു പ്രത്യേക നിയോഗമുണ്ട്. നിയോഗമുള്ളവർ സ്തോത്രം പറയട്ടെ. എൻ്റെ മേലൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തിൽ ഞാൻ എത്തിച്ചേരുവാൻ, ആ നിയോഗത്തിൽ കമാൻ കുടുംബങ്ങൾ കേൾക്കാം. നിയോഗത്തിൽ കുടുംബമായി എത്തുവാൻ യു നീഡ് ടു ഹിയർ ഫ്രം ദ ലോർഡ്. നീ ദൈവത്തിൽ നിന്ന് കേൾക്കണം. നീ ദൈവത്തിൽ നിന്ന് കേൾക്കണം. കേട്ടേ പറ്റത്തുള്ളൂ. നീ ദൈവത്തിൽ നിന്ന് കേൾക്കണം. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ബ്രദർ സുരേഷ് ബാബു മറ്റേ പ്രവാചകനെയും ആ പ്രവാചകനെയും ഓരോ ആഴ്ച തോറും സ്തോത്രം ലഞ്ചിനും ഡിന്നറും മാറി മാറി വിളിച്ചാൽ നോ വേലക്കാരനിലൂടെ മാത്രം സംസാരിക്കുന്നവനല്ല എൻ്റെ അപ്പൻ. വേലക്കാരിലൂടെ സംസാരിക്കുന്ന അപ്പനാണെങ്കിൽ ആ അപ്പൻ എന്തോ കുഴപ്പമുണ്ട്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ സ്തോത്രം അപ്പൻ നേരിട്ട് മക്കളോട് സംസാരിക്കത്തില്ല. ഒന്നുകിൽ ആ അമ്മയിലൂടെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സ്തോത്രം ദാസന്മാരിലൂടെയാണ് സംസാരിക്കുന്നത്. അമ്മയിലൂടെ മാത്രം നീ പറഞ്ഞാൽ മതി എന്നാരെങ്കിലും പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങ് ചെറുക്കനോട് പറഞ്ഞാൽ മതി, നിങ്ങളങ്ങ് പെണ്ണിന്റെ അടുക്കൽ എത്തിച്ചാൽ മതി എന്ന് പറയുന്നെങ്കിൽ ആ അപ്പൻ എന്തോ കുഴപ്പമുണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ അപ്പൻ സൽഗുണപൂർണനാണ്. സ്തോത്രം. എൻ്റെ അപ്പൻ സൽഗുണപൂർണൻ. ആ വാക്ക് ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം സൽഗുണപൂർണൻ നിന്റെ വായിൽ കിട്ടിയില്ലെങ്കിൽ പറയട്ടെ, അടുത്തിരിക്കുന്ന ഒരാളിനെ കൂടെ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ അപ്പൻ പെർഫെക്റ്റ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ അപ്പൻ പെർഫെക്റ്റ് ആണ്. എൻ്റെ അപ്പൻ പെർഫെക്റ്റ് ആണ്. എൻ്റെ അപ്പൻ. മക്കളെ, ഞാൻ അടൂരുള്ള മറ്റേ ദൈവദാസനിലൂടെ മറ്റേ പാർസൽ അയച്ചു തരാം എന്നല്ല പറയുന്നത്. അവൻ നേരിട്ട് നിന്നോട് സംസാരിക്കുന്ന ദിവസങ്ങളാണത്. നിന്നോട് നേരിട്ട് അവൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. കമാൻ, നിന്നോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. വിക്കനായതുകൊണ്ട് അവനോട് ആരും സംസാരിക്കാതെ മാറി നിന്നപ്പോ എൻ്റെ ദൈവം പറഞ്ഞു, ഈ ജനം 30 ലക്ഷം ഉണ്ട്, അവർക്ക് ആർക്കും നിന്നോട് സംസാരിപ്പാൻ കഴിയുന്നില്ല. എല്ലാവരും മാറിപ്പോ, എല്ലാവരും ബിസിയാണ്. എല്ലാവരും ഇതുപോലെയുള്ള ഒരു ഡിജിറ്റൽ സ്ക്രീനിലേക്ക്, അതേ കോഴിയെ പോലെ താഴേക്ക് നോക്കി, മറ്റേ ഞാൻ പറയത്തില്ല, കോഴിയെ പോലെ താഴേക്ക് നോക്കി അവരിങ്ങനെ എല്ലാവരും ബിസി ആയിരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, ആരും നിന്നോട് സംസാരിക്കാൻ ഇല്ലയോ? ആരും നിന്നോട് സംസാരിക്കാനില്ലെങ്കിൽ ബാ ഞാൻ നിന്നോട് സംസാരിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യം നിന്നോട് സംസാരിപ്പാനുണ്ട്. Please come to me. വേദപുസ്തകം പറയുന്നു, സമാഗമന കൂടാരത്തിൽ അതിരാവിലെ മോശെ ഓടിക്കയറുകയാണ്. ബാക്കി ആരും വരുന്നില്ല. മോശ മാത്രം ഓടിക്കയറുമ്പോൾ പുറപ്പാട് 33:11 പറയുന്നു, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിച്ചതുപോലെ ദൈവം സംസാരിച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് നേരിട്ട് അഭിമുഖമായി സ്പഷ്ടമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. നേരിട്ട് അഭിമുഖമായി സ്പഷ്ടമായി ദൈവം നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദാവീദിന് മനസ്സിലായി, ഈ സാഹചര്യമല്ല, ഇതല്ല ജീവിതം, ഇതിനപ്പുറം ജീവിതമുണ്ട്. ഇതല്ല ജീവിതം, സ്തോത്രം, ഇതിനപ്പുറമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതല്ല ലൈഫ് ഇതല്ല. ഇന്നത്തെ കണ്ണുനീരല്ല, ഇന്നത്തെ നിരാശയല്ല, ഇന്നത്തെ മുറിവുകളല്ല, ഇന്നത്തെ ചതവുകളല്ല, ഇന്നത്തെ ചോദ്യചിഹ്നങ്ങളല്ല. യേശുവിന്റെ നാമത്തിൽ ചോദ്യചിഹ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചതഞ്ഞു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, മുറിഞ്ഞിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, എല്ലാറ്റിനും ഒരു സമയം ഉണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്നും കണ്ണുനീരല്ല, എന്നും ദുഃഖങ്ങളല്ല, എന്നും നിന്ദകളല്ല, എന്നും നഷ്ടങ്ങളല്ല, എന്നും പ്രതിസന്ധിയല്ല. അപ്പുറത്ത് കിടക്കുന്ന സമുദ്രത്തിന് ഒരു അതിരുള്ളതുപോലെ സീസൺസിന്റെ ദൈവം, കാലങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി പറയുന്നു, ഇതാ നിന്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ നീതി സൂര്യനാകുന്ന ഞാൻ ഉദിക്കുന്ന ദിവസങ്ങളാണ്. നീ അറിയാതിരിക്കെ മറ്റൊരു സീസൺ നിന്റെ ജീവിതത്തിൽ ഞാനത് കൽപ്പിച്ച് ആക്കുവാൻ പോകുന്നു. നീ അറിയാതിരിക്കെ മറ്റൊരു സീസണിലേക്ക് നീ കടന്നു വരികയാണ്. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. നഷ്ടം കണ്ടവരെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് പിന്നിൽ നിന്ന് അമാലേക്കിന്റെ ആക്രമണം കണ്ടവരെ, പിന്നിൽ നിന്ന് ആക്രമണം, പ്രതീക്ഷിക്കാത്ത ആക്രമണങ്ങൾ അനുഭവിച്ചവരെ, നഷ്ടം കണ്ടവരെ, നിന്ദകൾ അനുഭവിച്ചവരെ, സപ്പോർട്ടില്ലാതെ പിടിച്ചു നിൽപ്പാൻ കഴിയാതെ ഈ ദിവസങ്ങൾ കുഴഞ്ഞവരെ, നിങ്ങൾക്ക് കൂടെ നിൽക്കുവാൻ പോലും സപ്പോർട്ടില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ, പ്രതീക്ഷിക്കാത്ത ആക്രമണങ്ങൾ വന്നിരിക്കുന്നുവെങ്കിൽ
എങ്കിൽ ഇൻ ജീസസ് നെയിം ഈ മണിക്കൂറിൽ ദൈവം നിന്നോട് സംസാരിക്കുന്ന ദൂത് ഇതാണ്: നിന്റെ സീസണെ മാറ്റുവാൻ പാർലമെന്റ് ഹൗസ് അല്ല, നിയമസഭയല്ല, സ്വർഗത്തിൽ ദൈവം തീരുമാനിച്ചിരിക്കുന്ന നിന്റെ സീസൺ മാറ്റുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന നിന്റെ സീസൺ മാറ്റാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന. അതുകൊണ്ട് ദാവീദ് ഇപ്രകാരം പറയുകയാണ്, സ്തോത്രം, അബ്യാഥാർ പുരോഹിതനോട് ഈ എഫോദ് ഇവിടെ കൊണ്ടുവരിക, ഈ എഫോദ് ഇവിടെ കൊണ്ടുവരിക. എഫോദ് എന്ന് കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാണ്. എഫോദ്, എഫോദ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ വസ്ത്രം. പുരോഹിതന്റെ വസ്ത്രമാണ് എഫോദ്. ആ പുരോഹിതന്റെ വസ്ത്രത്തിൽ അവന്റെ മാറോട് ചേർന്ന് 12 രത്ന കല്ലുകളുണ്ട്. കാരണം സ്തോത്രം എല്ലാം പറയാൻ എനിക്ക് നേരമില്ല. കാരണം മാർവോട് ചേർന്ന് 12 രത്ന കല്ലുകളുണ്ട്. മാർവോട് ചേർന്ന് ആ 12 രത്ന കല്ലുകൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ കാണിക്കുന്നു. സ്തോത്രം, അർത്ഥം ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവിന്റെ മാർവോട് നീ ഉണ്ടെന്ന്. കർത്താവ് നിന്നെ കാലയിലിട്ട് ചവിട്ടി തേക്കുന്നവനല്ല, അവന്റെ ഹൃദയത്തോട് നിന്നെ ചേർത്ത് വച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ ഹൃദയത്തോട് ദൈവം നിന്നെ ചേർത്ത് വച്ചിരിക്കുന്നെന്ന് പലരും പൊടി പിടിച്ച ഏതോ മൂലയിൽ നിന്നെ ഇട്ട് കളഞ്ഞപ്പോ തമ്പുരാൻ പറയുന്നു, ഇല്ല മക്കളെ, യോഹന്നാൻ എൻ്റെ മാർവോട് ചേർന്നിരുന്നത് പോലെ എന്നോട് അടുക്കണമെന്നുള്ളവനോട് ഞാനും അടുത്തിരിക്കുന്നവനാണ്. യെസ്, സ്തോത്രം. അതെ, 12 രത്നങ്ങൾ അവന്റെ മാർവിടത്തിലുണ്ട്. ഓഫ്കോഴ്സ് 12 ഗോത്രങ്ങളാണ് ഇസ്രായേലിന്. മാത്രമല്ല അവന് സ്തോത്രം ഉറീം തുമ്മീം എന്ന് പേരുള്ളതായ 2 കട്ടകൾ, രണ്ട് സ്തോത്രം, അതേ വസ്തുക്കൾ, 2 ഉപകരണങ്ങൾ അവന്റെ പക്കലുണ്ട്. ആ ഉറീം തുമ്മീം നോക്കിയിട്ടാണ് പുരോഹിതനത ദൈവത്തിന്റെ ആലോചന പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉറീം തുമ്മീമിൽ നിന്ന്, സ്തോത്രം, ഉറീം തുമ്മീമിൽ നിന്ന് അതേ ദൈവത്തിന്റെ അരുളപ്പാട് കടന്നു വരുന്നു. ദ സെയിം വേർഡ് ഓഫ് ഗാഡ്. എന്താണ് ഉറീം തുമ്മീം? ഞാൻ എന്റെ ചെറിയ അറിവിൽ പറയട്ടെ, പഴയ നിയമം പുതിയ നിയമം എന്ന റിട്ടൺ വേർഡ് ഓഫ് ഗാഡിൽ നിന്ന് സെയിം വേർഡ് ഓഫ് ഗാഡ് കടന്നു വരുന്ന, ഒരിക്കൽ കൂടെ ഉറീം തുമ്മീം എന്ന റിട്ടൺ വേർഡ് ഓഫ് ഗാഡിൽ നിന്ന്, എഴുതപ്പെട്ട വചനമാകുന്ന ലോഗോസിൽ നിന്ന് ഈ മണിക്കൂറിൽ നിനക്ക് ആവശ്യമുള്ളതായ സ്തോത്രം അതേ റേമ കടന്നു വരുന്നു എന്ന്. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതായ അതേ അരുളി ചെയ്യപ്പെടുന്നതായ വചനം നിനക്ക് കടന്നു വരുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്, വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. സ്തോത്രം, നമ്മൾ നിൽക്കുന്നത് അന്യഭാഷയിലല്ല. അഫ്കോഴ്സ് നമ്മൾ അന്യഭാഷ മണിക്കൂറോളം പറയുന്നവരാണ്. നമ്മൾ നിൽക്കുന്നത് പ്രവചനത്തിലല്ല. അഫ്കോഴ്സ് നമ്മൾ ഡെയിലി പ്രവചിക്കുന്നവരാണ്. നമ്മൾ നിൽക്കുന്നത് രോഗശാന്തിയിലും അത്ഭുതങ്ങളുമല്ല. അഫ്കോഴ്സ് നേരിട്ടും ഫോണിലൂടെയും പ്രാർത്ഥിച്ച് ഡെയിലി നമ്മൾ രോഗശാന്തിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണ്. എന്നാൽ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. അടുത്ത് നിൽക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, മണ്ണിൽ നിൽക്കുന്ന മരം വളരുന്ന പോലെ വചനത്തിൽ നിന്ന് നിങ്ങൾ വളരും. പെട്ടെന്ന് പറ, മണ്ണിൽ നിൽക്കുന്ന മരം വളരുന്ന പോലെ വചനത്തിൽ നിൽക്കുന്ന സഭ വളരും, വചനത്തിൽ നിൽക്കുന്ന വിശ്വാസി വളരും, വചനത്തിൽ നിൽക്കുന്ന ദൈവദാസൻ വളരും. വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. അതെ, ഈ ദിവസങ്ങളിൽ ദാവീദ് പറയുന്നു, I need to hear from the Lord. അതുകൊണ്ട് നീ എനിക്കൊരു കാര്യം ചെയ്യണം. സ്തോത്രം. അതെ, എന്റെ അടുക്കൽ യഹോവ കൊണ്ടുവരിക. എന്റെ സാഹചര്യം മാറുവാൻ എനിക്ക് വേണ്ടിയത് ഈ യഹോവയാണ്. എനിക്ക് ദൈവത്തിന്റെ ആലോചന കേൾക്കണം. ഒരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കിയത് ദാവീദ് പറയുന്നത്, എൻ്റെ ഇന്നലത്തെ മെത്തേഡ് ഉണ്ടല്ലോ, എൻ്റെ ഇന്നലത്തെ മെത്തേഡ്, മറ്റേ ഞാൻ സ്നാനപ്പെട്ട കുറച്ച് കഴിഞ്ഞ വിഷയം പ്രാപിച്ചു വന്നപ്പോൾ ഞാൻ അന്നത്തെ മെത്തേഡ്, പഴയ മെത്തേഡ് കൊണ്ടുവരാനല്ല അവൻ പറയുന്നത്. അർത്ഥം അവൻ എൻ്റെ ഇന്നലത്തെ കവണയും കല്ലും കൊണ്ടുവാ എന്നല്ല അവൻ പറയുന്നത്. പലരും 25 വർഷം കഴിഞ്ഞിട്ടും കവണ കറക്കി നടക്കുകയാണ്. ഒരേ കറക്കലാണ്. പഴയ പരിപാടി, പഴയ പ്രാർത്ഥന, പഴയ വാക്കുകൾ, പഴയ പരിപാടി. നോ 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 നോ, എനിക്ക് ഇന്നലത്തെ മെത്തേഡ് വേണ്ട. എത്ര പേർ ആമേൻ പറയുന്നു? ഇന്നലത്തെ മെത്തേഡ് എനിക്ക് വേണ്ട. ഈ മാസം തീരാൻ പോവാ, എനിക്ക് 9ാം മാസത്തിന്റെ മെത്തേഡ് ഞാൻ ഇന്നത്തോടെ താർത്തു വയ്ക്കുകയാണ്. അടുത്ത ആഴ്ച കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ആയുസ്സും ആരോഗ്യം ദൈവം എനിക്ക് തന്നാൽ സ്തോത്രം. അതെ, 9ാം മാസത്തിന്റെ മെത്തേഡിലല്ല, 10ാം മാസത്തിന്റെ നിയോഗത്തില 10ാം മാസത്തിന്റെ നിയോഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം സ്തോത്രം, നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ മൂവ്മെന്റിലാണ്. ദൈവത്തിന്റെ ചലനത്തിൽ ജീവിക്കുന്ന വിശ്വാസത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, മഹത്വത്തിന്റെ മഹത്വത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ എന്നും ഒരേ പരിപാടിയല്ല, നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നലത്തെ മെത്തേഡല്ല വേണ്ടിയത്. കൊണ്ടുവാ എന്റെ കല്ലും കവണയും കൊണ്ടുവാ എന്നല്ല അവൻ പറഞ്ഞത്. പിന്നെ അവന്റെ പക്കൽ നല്ലൊരു വാളുണ്ട്, പ്രസിദ്ധമായ വാള്, പബ്ലിക്, അത്
പബ്ലിക്കലി എല്ലാവരും കണ്ടതായ മറ്റവന്റെ വാള്, ഗോലിയാത്തിന്റെ വാള് കൊണ്ടുവാ. ഇപ്പൊ വന്നതായ പിന്നിൽ നിന്ന് ആക്രമിച്ചു കയറിയ മാലേക്കനെ വെട്ടി തകർക്കാൻ എനിക്ക് ഗോലിയാത്തിന്റെ വാള്. നോ 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 നോ. ഇന്നലത്തെ ജയത്തിനായി സ്തോത്രം, ഇന്നലത്തെ സക്സസുകൾക്കായി സ്തോത്രം, ഇന്നലത്തെ മെത്തേഡുകൾക്കായി സ്തോത്രം. പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടിയത് ഇന്നലത്തെ ആയുധമല്ല, ഇന്നലത്തെ സക്സസ് അല്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു? നിനക്ക് ഇന്നലത്തെ സക്സസ് അല്ല നിനക്ക് വേണ്ടിയത്, നിനക്ക് ഇന്നത്തെ നിയോഗത്തിന് വേണ്ടി നിനക്ക് ദൈവത്തിന്റെ ആലോചന നിനക്ക് വേണം. ഇന്ന് നിനക്ക് വേണ്ടിയത് വിസയല്ല, ഇന്ന് നിനക്ക് വേണ്ടിയത് കുറച്ച് പൈസയല്ല, ഇന്ന് നിനക്ക് വേണ്ടിയത് ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ആലോചന. എല്ലാ വീടുകളിലും ദൈവത്തിന്റെ ആലോചന. അതിരാവിലെ മഞ്ഞ പൊടിയുന്നത് പോലെ എല്ലാ ഭവനങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആലോചന പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വല്ലോനും പ്രവചിച്ച് തരണം. അതല്ല ഞാൻ പറയുന്നത്, കുത്തിയിരുന്നും നീ പ്രാപിക്കണം. ദൈവം നിന്നോട് എന്താ പറയുന്നത്, ദൈവം നിന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത്, ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കട്ടെ. ക്രൈസ്റ്റ് സെന്ററിന്റെ ചെവിയും കണ്ണും ദൈവത്തിന്റെ ആലോചന കേൾപ്പാനും പ്രാപിപ്പാനും തുറക്കട്ടെ. തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാണ്ട് സംസാരിക്കും കർത്താവേ. പറ പറ പറ, സംസാരിക്കും കർത്താവേ, സംസാരിക്കും കർത്താവേ. ഓ, പ്രതീക്ഷിക്കാത്ത ആക്രമണങ്ങൾ കണ്ടതായ കുടുംബങ്ങൾ, നഷ്ടങ്ങൾ കണ്ട കുടുംബങ്ങൾ, നന്മകൾ മുഴുവൻ ചാരമായി കിടക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നഷ്ടങ്ങളിൽ നിന്ന് ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി തിരികെ പ്രാപിക്കട്ടെ. ഒരിക്കൽ കൂടെ, ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി ഈ കുടുംബങ്ങൾ തിരികെ പ്രാപിക്കട്ടെ. ഇരട്ടിയായി, 4 മടങ്ങായി, 7 മടങ്ങായി ഈ കുടുംബങ്ങൾ തിരികെ പ്രാപിച്ചു പറയട്ടെ, ഞങ്ങൾ അങ്ങേയറ്റം തകർന്നവരാണ്, പക്ഷെ ഇങ്ങേയറ്റം ദൈവം ഞങ്ങളെ പണിത് കയറ്റിയെന്ന് പറവാൻ, പണിത് കയറ്റിയെന്ന് പറവാൻ അവരെ ഉയർത്തുന്നവരെ മാനിക്കുന്ന ദൈവാലോചനയുടെ ദൂതുകൾ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നീ ദൈവത്തിന്റെ മുൻപിൽ കാത്തിരിക്കുമെങ്കിൽ അവസ്ഥ മാറുവാൻ തക്കണം. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. സംസാരിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം. ദൈവം സംസാരിക്കാതിരുന്നാൽ നഷ്ടം നമുക്കാണ്. ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടില്ലെങ്കിൽ നഷ്ടം നിനക്കാണ്. ഓ, അബ്രഹാം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, അയ്യോ തമ്പുരാൻ സംസാരിക്കാതിരുന്നെങ്കിൽ എന്റെ ഇസഹാക്ക് എപ്പോ 16 കർഷണമായെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. കർത്താവ് സംസാരിക്കാതിരുന്നെങ്കിൽ, തമ്പുരാൻ സംസാരിക്കാതിരുന്നെങ്കിൽ എന്റെ കയ്യിലിരുന്ന കത്തി ഉണ്ടല്ലോ, ആ വാക്കത്തിയുടെ മൂർച്ചയുണ്ടല്ലോ, ഇവിടത്തെ ലോക്കൽ കത്തി പോലെയല്ല. അബ്രഹാം പറഞ്ഞേനെ, സ്തോത്രം, എന്റെ ചെറുക്കനെയും കൊണ്ട് ഞാൻ മേലെ പോവുകയാണ്, മലയിൽ പോകുകയാണ്. പാവൻ ചെറുക്കൻ താഴ്വര വെച്ച് ചോദിച്ചു, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എന്തിയെ? അപ്പൊ ഞാൻ അറിയാതെ എങ്ങനെ പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞതോടെ എന്റെ സെൻസിറ്റിവിറ്റി അങ്ങ് ഭയങ്കരമായി രൂക്ഷമായി. കർത്താവ് ഏത് വഴിക്കാ കരുതുന്നത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, ടോപ്പ് ആൻഡ് ബോട്ടം. അബ്രഹാം നോക്കി ഏത് വഴിക്കാ കരുതുന്നത്. സ്തോത്രം, അവൻ സെൻസിറ്റീവായി നടന്നത്. പലരും തോന്നിയതുപോലെ നടക്കാണ്, പലരും സ്പോർട്സ് ചാനൽ കണ്ട് നടക്കാണ്, പലരും ന്യൂസ് പേപ്പർ വായിച്ച് നടക്കാണ്, പലരും ഞായറാഴ്ച മാത്രമാണ് രക്തത്താൽ കഴുകണമേ എന്ന. നോ നോ നോ, അബ്രഹാം അങ്ങനെയല്ല. അബ്രഹാം പറയും, ഞാൻ വളരെ സെൻസിറ്റീവാണ്, എനിക്ക് ദൈവാലോചന, ദൈവം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചലിച്ചാൽ തന്നെ എനിക്കറിയാം കർത്താവ് എന്താ. ഓ, come on, hallelujah. സ്തോത്രം. അങ്ങനെ അവൻ പറയും, സ്തോത്രം, ഞാൻ കത്തി ഉയർത്തിയതും എന്റെ പ്രതീക്ഷ പോയതും ആ ശബ്ദം കേട്ടു. അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അർത്ഥം, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടത്തില്ല. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിൽ നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല, നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല, നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തമുള്ളവർ വായി തുറന്നു സ്തോത്രം പറ. നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല, നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല. ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ അബ്രഹാം, സ്തോത്രം, അതെ, ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടതുകൊണ്ട് അവന്റെ വാഗ്ദത്തം നഷ്ടപ്പെട്ടില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറ, എന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല, എന്റെ വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല, വാഗ്ദത്തം നഷ്ടപ്പെടത്തില്ല. സഹോദരി സഹോദരന്മാരെ, 400 സംവത്സരത്തിന്റെ ബന്ധനത്തില് ഇസ്രായേൽ കിടക്കുകയാണ്. 400 years, 400 സംവത്സരത്തിലെ ബന്ധനമാണ്. എന്നാൽ സ്തോത്രം, 400 സംവത്സരം എന്ന് പറഞ്ഞാൽ 10 തലമുറ
ബന്ധനത്തിന്മേൽ ബന്ധനം കിടക്കുമ്പോൾ ഇതാ ഒരു ശബ്ദം കടന്നു വരികയാണ്. ഒരു ശബ്ദം കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് വെളിപ്പെടുകയാണ്. എന്റെ ദൂത് ഇതാണ്, അത് യഹോവ കൊണ്ടുവരിക. ദൈവം സംസാരിക്കുന്നവനാണ്. ദൈവം സംസാരിച്ചാൽ മന്ത്രി സംസാരിക്കുന്ന പോലെ അല്ലെന്ന്. ദൈവം സംസാരിച്ചാൽ തന്ത്രി സംസാരിക്കുന്ന പോലെയല്ല. ദൈവം സംസാരിച്ചാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഭയങ്കര ഹിസ്റ്റോറിക്കായ മാറ്റമാണ് നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. ദൈവം സംസാരിച്ചാൽ അവസ്ഥ മാറും. 10 തലമുറയായി ബന്ധനത്തിൽ കിടന്ന ജനത്തിന്റെ അവസ്ഥ മാറ്റാൻ കത്തുന്ന മുൾപ്പടർപ്പിൽ ഇറങ്ങി നിന്നിട്ട് ദൈവം പറയുകയാണ്. പുറപ്പാട് 3:6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ, ഓ ഐ ഹാവ് സീൻ their affliction, I heard their cry, now I have come down to deliver my people from the bondage of Egypt. ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, ഞാൻ എൻ്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. ഇപ്പോൾ ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം സംസാരിക്കുകയാണ്. ദൈവം സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നും ബന്ധനം അല്ലെന്ന്, എന്നും ശാപങ്ങൾ അല്ല എന്ന്, എന്നും പ്രതിസന്ധി അല്ലെന്ന് അറിയാതെയല്ല ഈ ഈജിപ്തിലേക്ക് ഇവരെ ചെന്ന് കയറിയത്. ദൈവം നേരത്തെ പറഞ്ഞതാണ്. ദൈവം പറഞ്ഞു, സ്തോത്രം, നീ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം ദൈവമല്ലാത്ത ജാതികളെ, ദൈവജനമല്ലാത്ത ജാതികളെ സേവിപ്പാൻ വേണ്ടി നിങ്ങൾ കടന്നു പോകും. Then after that, അതിനുശേഷം ബഹു സമ്പത്തോടെ, ബഹു നന്മകളോടെ നിങ്ങളെ ഞാൻ പുറത്തെടുക്കുക. ഇവിടെ ഇതാ സമയം വന്നിരിക്കുന്നു. സ്തോത്രം, കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്റെ ടൈം കഴിഞ്ഞു. ഇപ്പോൾ എന്റെ വിടുതലിന്റെ നേരമാണ്. എന്റെ ജനത്തെ ഞാൻ അതേ നന്മകളോടെ പുറത്തെടുക്കേണ്ട നേരം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ ആരെങ്കിലും കയറിയെങ്കിൽ, ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ആരെങ്കിലും കയറിയെങ്കിൽ, ഗ്യാരണ്ടിയായി പ്രവചന ദൂത ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ കയറിയതുപോലെ അല്ല പുറത്തിറങ്ങാൻ പോകുന്നത്. നിങ്ങൾ ആ പ്രോബ്ലത്തിൽ പ്രവേശിച്ചതുപോലെ അല്ല നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്നത്. പകരം ഒരു പെരുങ്കൂട്ടം നന്മയോടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നീ പുറത്തിറങ്ങുവാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം. കാരണം എന്താ? സ്തോത്രം, ദൈവം പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ അതേ നിലവിളി ഞാൻ കേട്ടു. ഇപ്പോൾ ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ്. കേൾക്കുന്നവരെ വലത് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ പേര് ചീത്തയാക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നിന്റെ പേരിനെ അവൻ നന്നാക്കുക. ദൈവം നിന്നോട് സംസാരിച്ചാൽ നിന്റെ പേരിനെ ചീത്തയാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ, നിന്റെ പേരിനെ പേര് കൽപ്പിക്കും, നിന്റെ പേരിനെ ദൂഷിപ്പിക്കുമെന്ന് പറയുന്ന സമൂഹത്തിന്റെ നടുവിൽ ദൈവം സംസാരിച്ചാൽ, ദുഷ്കീർത്തി കേട്ട് നിന്റെ പേര് ചീത്തയാകുമെന്ന് പറയുന്നവരുടെ നടുവിൽ സൽകീർത്തിയാക്കി നിന്റെ പേരിനെ തീർക്കുന്നവനാണ് ദൈവം നിന്നോട് സംസാരിക്കുന്ന. ഉദാഹരണമായി യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. സ്തോത്രം. അവിടെ ഒരു ട്രാൻസിഷൻ നടന്നിരിക്കുന്നു. ഫ്രം മോസസ് ടു ജോഷുവ. മോശയിൽ നിന്ന് യോശുവയിലേക്ക് ഇതാ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം വന്നിരിക്കുന്നു. മോശയാണെങ്കിലോ എൻ്റെ കർത്താവെ, ലോകം കണ്ട ഏറ്റവും വലിയ ലീഡറായിരുന്നു മോശ. മിസ്രൈമിലെ സകല ജ്ഞാനത്താലും വിധികളാലും നിറയപ്പെട്ടിരുന്നവനായിരുന്നു മോശ. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ സ്തോത്രം അത് പഠിച്ചിറങ്ങിയവനായിരുന്നു മോശ. മോശയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇന്നും സെക്കുലർ വേർഡ് പഠിക്കാനായി എടുക്കുന്നതായ സ്തോത്രം ദൈവപുരുഷനാണ് മോശ. ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡറായിരുന്നു മോശ. 30 ലക്ഷം ജനത്തിന്റെ അമേസിംഗ് ഫാസ്റ്റ് ആയിരുന്നു മോശ. സ്തോത്രം. 30 ലക്ഷം ജനത്തിന്റെ നടുവിൽ ഏറ്റവും വലിയ അഹങ്കാരിയല്ല മോശ. ആ 30 ലക്ഷം ജനത്തിന്റെ നടുവിൽ ഏറ്റവും താഴ്മയുള്ളവനായിരുന്നു മോശ. ഏറ്റവും താഴ്മയുള്ളവനായതുകൊണ്ട് ദൈവവിനെ ഏറ്റവും ഉയർത്തുകയുണ്ടായി. സ്വയം ഉയർത്തുന്ന നിമ്രോധുകളെ ദൈവം ഉടച്ചു കളയും. സ്വയം ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തും. സ്വയം ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തും. എന്നാൽ പാദം കഴുകുന്നവരെ ദൈവം ഉയർത്തും. സുവിശേഷം വായിച്ചു നോക്ക്. പാദം കഴുകുന്നവരെ, കാല് കഴുകുന്നവരെ ദൈവം ഉയർത്തും. കാല് വാരുന്നവരെയല്ല, കാല് കഴുകുന്നവരെ ദൈവം ഉയർത്തും. കർത്താവ് കുനിഞ്ഞ് കാല് കഴുകി. അതുകൊണ്ടാണ് സകല നാമത്തിനും മേലായ നാമമായി തമ്പുരാൻ അവനെ ഉയർത്തിയത്. കാല് വാരുന്നവരെയല്ല ദൈവം ഉയർത്തുന്നത്, കാല് കഴുകുന്നവരെ ദൈവം ഉയർത്തുന്നു. മോശ അതുപോലെ ഏറ്റവും അതേ താഴ്മയുള്ളവനായിരുന്നു. എന്നാൽ മോശ മരിച്ചു. മോശ സ്കെയിലിലും മോശ തുലാസിലും ആ 30 ലക്ഷം ജനം വിശ്വാസികളും
മെച്ചയുടെ വിശ്വാസികൾ, സ്നാനപ്പെട്ട് ചെങ്കടൽ കയറി വന്നിട്ട് 40 വർഷം പാരമ്പര്യം പറയുന്ന വിശ്വാസികൾ, പഴയ വിശ്വാസികൾ, ഒത്തിരി പ്രവചനം കേട്ടവര്, ഒത്തിരി അത്ഭുതം കണ്ടവര്, ഒത്തിരി ദൂത് കേട്ടവര്, അവർക്ക് അവിടെ ഓരോ ചെവി ഇങ്ങനെ അത് പിടിച്ചൊന്ന് കുലിക്കാൻ തന്നെ നൂറുകണക്കിന് പ്രസംഗമാണ് വീടുന്നത്. അതുകൊണ്ട് ഈ യോശുവയുടെ അടുത്ത് വരുമ്പോൾ തുലാസം സ്കെയിലും എന്ന് പറഞ്ഞ് മോശ തുലാസം കൊണ്ടാണ് ഈ അവന്റെ അടുക്കലേക്ക്, യോശുവയുടെ അടുക്കലേക്ക് വരുന്നത്. സോ യോശുവയുടെ അടുക്കൽ സ്തോത്രം, യോശുവയുടെ മേൽ ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. തമ്പുരാനെ, ലോകം കണ്ട ഏറ്റവും വലിയ പാസ്റ്റർ സീറ്റിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. സ്തോത്രം, എനിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? ഈ അനുഭവത്തിലുള്ള നൂറുകണക്കിന് ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെറുക്കം പിള്ളേര്, അതെ, ചെറുക്കം പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സീനിയർ പാസ്റ്റർ മരിച്ചുപോയി. സ്തോത്രം, അടുത്ത് ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്? പുള്ളിയുടെ ദശാംശം പോലും പറയാൻ എനിക്ക് പറ്റത്തില്ല. സോ ആ പ്രഷറിൽ യോശുവായിരിക്കുമ്പോൾ 3:7 കർത്താവ് പറയുകയാണ്, പിന്നെ യഹോവ യോശുവോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ എല്ലാം കാണേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കും. എല്ലാവരും തുറച്ചു നോക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. കമാൺ, ഇസ്രായേൽ മുഴുവൻ യോശുവെ തുറച്ചു നോക്കുകയാണ്. അവൻ എങ്ങനെ ശുശ്രൂഷിക്കും, എങ്ങനെ നയിക്കും, എങ്ങനെ വാഗ്ദത്തത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും തുറച്ചു നോക്കുകയാണ്. എല്ലാവരും തുറച്ചു നോക്കുമ്പോൾ ഇവനെ തിരഞ്ഞെടുത്തത് കമ്മിറ്റിയല്ല, അവനെ തിരഞ്ഞെടുത്തത് ഡീക്കന്മാരല്ല തിരഞ്ഞെടുത്തത് എന്ന് തെളിയിപ്പാൻ എൻ്റെ കർത്താവ് അവനോട് സംസാരിച്ചു. നീ ആരെന്ന് മറ്റുള്ളവരെ തിരിച്ചറിയേണ്ട സമയം വന്നിരിക്കുന്ന, എല്ലാവരും തുറച്ചു നോക്കുമ്പോൾ മറ്റേ മോശ വിഭാഗിച്ചത് തിരമാലയുടെ വെള്ളമായിരുന്നെങ്കിൽ, മോശ വിഭാഗിച്ചത് തിരയടിക്കുന്ന തിരമാലയുടെ കടൽ വെള്ളമായിരുന്നെങ്കിൽ, യവൻ വിഭാഗിച്ചത് സ്തോത്രം, അതേ, കരകവിഞ്ഞൊഴുകുന്ന നദിയിലെ വെള്ളമാണ്. 4-ാം അധ്യായം 10 മുതൽ 17 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, അവിടെ വേദപുസ്തകം 14 വരെ വായിക്കുമ്പോൾ, അതേ സ്തോത്രം, അന്ന് മുതൽ യോശുവേ സകല ഇസ്രായേലും കാണുക ദൈവം വലിയവനാകെ. ഇന്ന് പകൽക്കാലം നിനക്കുള്ള പ്രവചന ദൂതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരാകുമെന്ന് തുറച്ചു നോക്കുന്നവരുടെ നടുവിൽ, നിന്റെ പിള്ളേരെ ഏത് കോഴ്സിന് കയറും എന്ന് തുറച്ചു നോക്കുന്ന നടുവിൽ, നിന്റെ തലമുറ എവിടെ എത്തും എന്ന് തുറച്ചു നോക്കുന്നവരുടെ നടുവിൽ, കോമ്പീറ്റ് ചെയ്യുന്നവരുടെ നടുവിൽ, കമ്പയർ ചെയ്യുന്നവരുടെ നടുവിൽ, അതേ, താരതമ്യം ചെയ്യുന്നവരുടെ നടുവിൽ, മത്സരിക്കുന്നവരുടെ നടുവിൽ എൻ്റെ ദൈവം പറയുന്നു, കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആ തുറച്ചു നോക്കുന്ന നടുവിൽ നീ ആരെന്ന് ദൈവം ഈ ദിവസങ്ങളിൽ പ്രത്യക്ഷമായി തെളിയിപ്പാൻ പോകുന്നു. കൈയടിക്ക്, നിങ്ങൾ നേരെ കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അതേ, യോശുവ വിചാരിച്ച എന്റെ പേര് ചീത്തയാക്കുമെന്ന്. നോ, നിന്റെ പേര് ചീത്തയാക്കാനല്ല, പകരം സ്തോത്രം, ദൈവം സംസാരിച്ച് നിന്റെ പേരിനെ നന്മയാക്കിയതേ ഉള്ളൂ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സ്തോത്രം, എന്റെ പേര് നല്ലതാകാൻ പോവാ. പെട്ടെന്ന് പറഞ്ഞേ, എന്റെ പേര് നല്ലതാകാൻ പോവാ. നിന്നെ ഞാൻ വലിയവനാക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞവനായ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ മാനിക്കും. സ്വന്തം കരുത്ത മാർബോട് ചേർത്ത് വെച്ചു, ദൈവം എന്നെ മാനിക്കും. സ്തോത്രം, സമൂഹത്തിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ വേണ്ടി പോകുന്നു. നീ സ്നാനപ്പെട്ടത് വെറുതെയല്ല, നീ രക്ഷിക്കപ്പെട്ടത് വെറുതെയല്ല, നീ സ്തോത്രം പറയുന്നത്, നീ അന്യഭാഷ പറയുന്നത്, നീ ആരാധിക്കുന്നത് വെറുതെയല്ലെന്ന് പ്രത്യക്ഷമായി എന്റെ ദൈവം തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ ദൈവം ആരെന്ന് സ്തോത്രം ദൈവം വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ദൈവം ആരെന്ന് നിന്നിലൂടെ സ്തോത്രം നാട്ടുകാരും വീട്ടുകാരും തിരിച്ചറിവാൻ വേണ്ടി പോകുന്നു. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം, എനിക്ക് കേൾക്കണം. അതേ, ദൈവം എന്നോട് സംസാരിക്കട്ടെ. അബ്രഹാമിനോട് സംസാരിച്ച ദൈവം മോശയോടും യോശുവയോടും സംസാരിച്ചവനായ ദൈവം സംസാരിച്ചാലേ അവസ്ഥ തന്നെ വ്യത്യാസം മാറും. ദൈവം സംസാരിച്ചാൽ കാലാവസ്ഥ തന്നെ മാറും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 3 വരെ സൺഡേ സ്കൂൾ സ്റ്റോറി. ദൈവം ഏലിയാവിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. ദൈവം സംസാരിച്ചു. യഹോവ കൊണ്ടുവരിക. ദൂതാണ്, ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ അന്തരീക്ഷം മാറുമെന്ന്. സ്തോത്രം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ദേശത്തിന്റെ ക്ലൈമറ്റ് മാറട്ടെ. ഈ 26-ാം തീയതി ദേശത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ഇന്ത്യൻ ദൈവസഭയുടെ അന്തരീക്ഷം മാറട്ടെ. സംസ്ഥാനത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ദേശത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർത്തി ആരാധിച്ചേ.
ഹല്ലേലൂയ. ദേശത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദേശത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ഓ ഹല്ലേലൂയ. സഭാ സ്തോത്രം. പ്രശ്നത്തിലൂടെ പീഡകളിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ, വെല്ലുവിളിയിലൂടെ ആയിരക്കണക്കിന് ദൈവദാസന്മാർ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഒറ്റ വാക്ക് മതി. സ്തോത്രം. ദേശത്തിന്റെ ക്ലൈമറ്റ് മാറ്റാൻ. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയത് ഇന്നലത്തെ മെത്തേഡല്ല, ഇന്നലത്തെ സക്സസ് അല്ല. ഇന്നലത്തെ മെത്തേഡല്ല ഞങ്ങൾക്ക് വേണ്ടിയത്, ഇന്നലത്തെ സക്സസ് അല്ല ഞങ്ങൾക്ക് വേണ്ടിയത്, ഇന്നത്തെ വെളിപ്പാടാണ്. അതുകൊണ്ട് സ്തോത്രം ഞങ്ങളോട് സംസാരിച്ചാടെ. അതിനു മുൻപും അതിന് ശേഷം നടന്നിട്ടില്ല മറ്റൊരു സംസാരം നസ്രത്തിൽ വെളിപ്പെടുന്നു. ഇറങ്ങി വന്നതായ ദൈവത്തിന്റെ ദൂതൻ ഇപ്രകാരം പറഞ്ഞു: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ചരിത്രത്തിൽ അതിന് മുമ്പ് ഒരു കന്യക ഗർഭിണിയായിട്ടില്ല, ചരിത്രത്തിന് അതിനുശേഷം ഒരു കന്യക ഗർഭിണിയായിട്ടില്ല. അതിന് മുൻപ് നടക്കാത്തത്, അതിന് ശേഷം നടക്കാത്തത് ഒരു സ്പെഷ്യൽ കേസായി അപ്പോൾ കർത്താവ് ചെയ്തു. ഇതാ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ദൂത ഇതാണ്, ഇതുവരെ ജനിച്ചിട്ടില്ലാത്തത്. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ജനത്തിന്മേൽ ജനിക്കപ്പെടുമാറാകട്ടെ. ഇതുവരെ ഉളവായിട്ടില്ലാത്തത് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ ജനത്തിന്മേൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. രണ്ട് കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കമാൻ, ഇരു കരങ്ങളെ അടിച്ച് ശക്തിയോടെ. Thank you Jesus, thank you Jesus. Come on, വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന്. Thank you Jesus. ശക്തിയോടെ, 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 ശക്തിയോടെ. Hallelujah, 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 hallelujah. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇരു കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. പോരാ പോരാ പോരാ. ശക്തിയായി, 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 ശക്തിയായി. La kamanaria shadalera baudiana mena papajana rakamadariandorobosho. ഓ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. സ്തോത്രമതെ. ഇതുവരെ ജനിച്ചിട്ടില്ലാത്തത്, ഇതുവരെ ഉളവായിട്ടില്ലാത്തത് ദേശത്തിന്റെ അവസ്ഥ മാറുവാൻ ദൈവത്തിന്റെ ജനത്തിന് മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടാകട്ടെ. ഒറ്റ വാക്ക് മതിയെന്ന്. നിന്റെ ചത്ത് കിടക്കുന്നതും ധ്യാമ്പലായി കിടക്കുന്ന സകലതും ദൈവത്തിന്റെ കൃപയാൽ വിടുതലായി വെളിപ്പെടുവാൻ ഒറ്റ വാക്ക് മതി. എത്ര പേർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയൂ? ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി, ഒരു വാക്ക് മതി. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് സ്തോത്രം ഇന്ന് പകൽക്കാലം വ്യത്യാസം ഉണ്ടാകുവാൻ. വീണ്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്തോത്രം അതെ പ്രിയ ശിഷ്യന്മാർ തന്നെ തിബരിയാസ് കടൽക്കരയിലേക്ക് അവരിതാ ഇറങ്ങിച്ചെന്ന് സ്തോത്രം രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്കറിയാം, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. സ്തോത്രം ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവ് കടന്നുപോയി ഇപ്രകാരം പറയാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ തിരുവചനം പറയുന്നു, സ്തോത്രം അതെ, ഓ വലതുവശത്തേക്ക് വല വീശുവേൻ. എന്റെ ദൂത് ഇതാണ്, ദൈവത്തിൽ നിന്ന് കേൾക്കുക. പത്രോസും കൂട്ടനും കേട്ടു, വലതുവശത്തേക്ക് സ്തോത്രം അതെ വല വീശുവിൻ, വലതുവശത്തേക്ക് വല വീശുവിൻ, വലതുവശത്തേക്ക് വല വീശുവിൻ എന്ന് പറഞ്ഞപ്പോൾ ആ രാത്രി പിടിച്ചാൽ കിട്ടാത്തത് മുഴുവൻ 153 മീന് ലഭിക്കുകയുണ്ടായി. എന്നാണോ പറയേണ്ടത്? എന്നല്ല പറയേണ്ടത്. ജീവിതകാലം മുഴുവൻ പിടിച്ചാലും കിട്ടാത്തത്. ജീവിതകാലം മുഴുവൻ പിടിച്ച കിട്ടാത്തത്. എത്ര മീനാണ് മക്കളെ? 153 മീന്. 1, 5, 3. 1 സ്തോത്രം പിതാവ്, 5 പുത്രന്റെ കൃപ, അതെ 3 യൂണിറ്റിയുടെ പരിശുദ്ധാത്മാവ്. ഓ കമോൺ ബോയ്, ഹല്ലേലൂയ. സ്തോത്രം. 1 പിതാവ്, 5 പുത്രന്റെ കൃപ, 3 പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. സ്തോത്രം 153. എല്ലാവരും പറഞ്ഞാട്ടെ എത്ര മീന്? സ്തോത്രം 153 മീന്. വില്യം ബ്രാക്കൽ ഈ പ്രകാരം പറയുന്നു, 153 വെറൈറ്റി മീന് മാത്രമേ ലോകത്തിലുള്ളൂ. അത് നിങ്ങൾ പസഫിക്കിൽ പോയി പിടിച്ചാലും, അത് അറ്റ്ലാന്റിക്കിൽ പോയി പിടിച്ചാലും, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പിടിച്ചാലും, അത് പെരുമാതുറ പോയാലും, അത് വിഴിഞ്ഞത്ത് പോയാലും മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത് 153 മീനേ കിട്ടത്തുള്ളൂ. എന്നാൽ സ്തോത്രം കർത്താവിന്റെ ഒരു ശബ്ദത്തിന് മുൻപിൽ ആഴത്തിൽ അത്ഭുതം നടന്നു. കർത്താവിന്റെ ശബ്ദത്തിൽ ആഴത്തിൽ അത്ഭുതം നടന്നു. കണ്ടില്ല, ആഴത്തിലാണ്, ആഴത്തിലാണ്. ഇന്ന് പകൽക്കാലം ആരോടോ ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് കാണാൻ കഴിയാത്ത ആഴങ്ങളിൽ ചില വിടുതലുകൾ കർത്താവ് ചെയ്യുകയാണ്.
നിനക്ക് തൊടാൻ കഴിയാത്ത ആഴങ്ങളിൽ, നിന്റെ ആഴങ്ങളിൽ ദൈവത്തിന്റെ കൃപയാൽ ചില വിടുതലുകൾ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം സംഭവിക്കുകയാണ്. കാരണം സ്തോത്രം അതെ മുഴുവൻ നഷ്ടപ്പെട്ട് കിടക്കുകയായിരിക്കാം, മുഴുവൻ ചാരമായിരിക്കാം, മുഴുവൻ സ്തോത്രം അതെ ശൂന്യമായി കിടക്കുകയായിരിക്കാം, സപ്പോർട്ടില്ലാത്ത ലെവലായിരിക്കാം. പക്ഷെ എന്നാൽ ആ സമയത്ത് മനസ്സിലാക്കണം, ഈ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അവന്റെ ഒറ്റ വാക്ക് മതി. എനിക്ക് കേൾക്കണം, യഹോവ കൊണ്ടുവരിക. അവന്റെ ഒറ്റ വാക്ക് മതി, ദൈവത്തിന്റെ ഒറ്റ വാക്ക് മതി. ജീവിതകാലം മുഴുവൻ നീ കുത്തിയിരുന്നിട്ടും കിട്ടാത്തത് നൽകുവാൻ, ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടും ലഭിക്കാത്തത് ലഭിപ്പാൻ ചില മണിക്കൂർ മതിയെന്ന്. ചില മണിക്കൂർ കൊണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു? ചില മണിക്കൂർ കൊണ്ട് ഇന്ന് പകൽ ഏതോ യുവാവ് പറയുന്നു, എനിക്ക് കുറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന്. ഏതോ ദൈവദാസന്മാർ പറയുന്നു, കുറെ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു, കുറെ വർഷങ്ങൾ പോയി, അതിൻ്റെ കൂടെ കോവിഡും കൂടെ കയറി വന്നു, എനിക്ക് കുറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു, കുറെ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നേടാൻ കഴിയാത്തത് ഒറ്റ വാക്കുകൊണ്ട് നിന്റെ വലക്കകത്ത് എത്തിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. അവൻ മടക്കി തരുന്നവനാണ്. അവൻ സമയങ്ങളെ മടക്കി തരുന്നു, അവൻ വർഷങ്ങളെ മടക്കി തരുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വേദപുസ്തകം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണ ജനം അനുഭവിക്കുന്നു. സ്തോത്രം. അതേ ശൗലിത മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും കൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരു കൊടുങ്കാറ്റ് പോലെ സ്തോത്രം കുതിരയെ ഓടിച്ച് കടന്നു വരുന്നതായ സമയത്ത് അദ്ദേഹത്തെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം അതേ ദൈവം അവിടെ സംസാരിക്കുകയാണ്. സഭയോടല്ല സംസാരിച്ചത്, ശത്രുവിനോട് ദൈവം സംസാരിക്കുകയാണ്. സഭയോടല്ല, പ്രാർത്ഥിക്കുന്ന സഭയോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, സഭയെ ഉപദ്രവിക്കാൻ വരുന്നവനോട് സംസാരിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. നീ സംസാരിക്കേണ്ടവനോട് സംസാരിച്ചാൽ നിനക്ക് സംസാരിപ്പാൻ കഴിയാത്തവരോട് സംസാരിക്കുന്നവനാണ് ദൈവം. യെസ്, നീ സംസാരിക്കേണ്ടവനോട് സംസാരിക്കുമ്പോൾ നിനക്ക് സംസാരിപ്പാൻ കഴിയാത്തവനോട് ദൈവം സംസാരിക്കുന്നവനാണ്. അവൻ വരുന്നത് നിന്നെ കൊല്ലാനാണ്, അവൻ വരുന്നത് സ്തോത്രം ഈ സഭയെ തകർക്കാനാണ്. എന്നാൽ സ്തോത്രം പുറത്ത് ഇന്ന് 12 മണി കഴിഞ്ഞ ഈ നേരത്തെ കത്തി നിൽക്കുന്ന സൂര്യനേക്കാൾ മഹാ തേജസ്സുള്ളവനായ ദൈവം സ്തോത്രം അവന്റെ മേൽ തന്റെ തേജസ്സിനെ വെളിപ്പെടുത്തി ഇപ്രകാരം ചോദിച്ചു, സ്തോത്രം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സ്തോത്രം. കർത്താവ് ചോദിച്ചത് നീ എന്റെ സഭയെ ഉപദ്രവിക്കുന്നത് എന്നല്ല, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. കാരണം ദൈവത്തിന്റെ സഭയും കർത്താവിന്റെ സഭയും കർത്താവും ഒന്നാണ്. കർത്താവ് തലയാണെങ്കിൽ സഭ ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തിനിട്ട് ആരെങ്കിലും എന്തെങ്കിലും താങ്ങിയാൽ വേദനിക്കുന്നത് തലയാകുന്ന കർത്താവിന് തന്നെയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ കണ്ണുനീര് അവന്റെയും കണ്ണുനീരാണ്, നിന്റെ നെടുവീർപ്പ് അവന്റെയും നെടുവീർപ്പാണ്, നിന്റെ ഭാരങ്ങൾ അവന്റെ ഭാരമാണ്, നിന്റെ സന്തോഷം അവന്റെ സന്തോഷം, നിന്റെ ദുഃഖം അവന്റെ ദുഃഖം. അതുകൊണ്ട് സ്തോത്രം തമ്പുരാൻ ചോദിച്ചു, അതേ സ്തോത്രം, നീ ഈ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഈ ആഴ്ചകൾ അത് സംഭവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിനക്ക് സംസാരിപ്പാൻ കഴിയാത്തവരോട് ദൈവമായ കർത്താവ് സംസാരിക്കുകയാണ്. നിനക്ക് ഇടപെടാൻ കഴിയാത്ത മണ്ഡലങ്ങളോട് ദൈവം സ്തോത്രം ഇറങ്ങി നിന്ന് സംസാരിപ്പാൻ വേണ്ടി പോകുന്നു. ഏതോ വ്യക്തികൾ നിന്റെ പേരിന് ഓർക്കുവാൻ വേണ്ടി പോകുന്നു. തടഞ്ഞു വെച്ചിരിക്കുന്ന പർപ്പസിലി തടഞ്ഞു വെച്ചിരിക്കുന്ന ഫയലിൽ വേറെ ചില എഴുത്തുകൾ, പുതുതായ ചില എഴുത്തുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. കെട്ടി വച്ചിരിക്കുന്ന ഫയലുകൾ, സ്റ്റക്കായിരിക്കുന്ന വിഷയങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഫോർവേഡ് ചെയ്യപ്പെടട്ടെ. നഷ്ടപ്പെട്ടത് ദൈവമായ കർത്താവ് നിനക്ക് തിരികെ നൽകുന്നതായ ദിവസങ്ങള്, അതേ എൻകറേജ് ചെയ്യപ്പെട്ടതായ ധൈര്യപ്പെട്ടതായ സ്തോത്രം. ദാവീദ് പറഞ്ഞു, ദൈവമായ കർത്താവിൽ ധൈര്യപ്പെട്ടവൻ പറഞ്ഞു, ഐ നീഡ് ടു ഹിയർ. എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെടുന്നില്ലെന്ന്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ വിടുവിക്കപ്പെടുന്നു എന്ന്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ പേര് ചീത്തയാകാതെ നീ ആരെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നെന്ന്, ദൈവത്തിന്റെ ശബ്ദം
കേൾക്കുമ്പോൾ നിന്റെ സിറ്റുവേഷൻ, നിന്റെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ തന്നെ ടോട്ടലി മാറുന്നു എന്ന്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതുവരെ ഉളവായിട്ടില്ലാത്തത്, ഇതുവരെ ജനിക്കാത്തത് ദൈവത്തിന്റെ കൃപയാൽ ജനിക്കപ്പെടുന്നു എന്ന്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, അതെ, ജീവിതകാലം മുഴുവൻ പിടിക്കാൻ കഴിയാത്തത് ചില മണിക്കൂർ കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അതേ വലക്കകത്ത് ദൈവം എത്തിക്കുന്നു എന്ന്. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുമ്പോൾ നീ സംരക്ഷിക്കപ്പെടുവാൻ നിന്റെ ശത്രുക്കളെ പോലും ദൈവം നിന്റെ പക്ഷത്ത് ആക്കി തീർക്കുന്നുവെന്ന്. നിന്റെ ശത്രുക്കളെ പോലും ദൈവം നിന്റെ പക്ഷത്താക്കി തീർക്കുമെന്ന് എത്ര പേർ പറയുന്നു? സംസാരിക്കും കർത്താവേ. സ്തോത്രം. യഹോവ എന്റെ അടുക്കൽ കൊണ്ടുവരിക, യഹോവ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ അത് വേദപുസ്തകം പറയുന്നു, ദാവീദ് അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ കർത്താവേ? ഞാൻ സ്തോത്രം ഇതാ ആ വഴിക്ക് പോയി എന്നുള്ളത് ശരിയാണ്, ഞാൻ ആ വഴിക്ക് തെറ്റിപ്പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന്റെ വില ഞാൻ കൊടുത്തു കഴിഞ്ഞു കർത്താവേ. എന്നാൽ കർത്താവ് പറഞ്ഞു, സ്തോത്രം, അതെ, പിന്തുടരുക, പിന്തുടരുക, നീ അവയെ എത്തിപ്പിടിക്കുക, പിന്തുടരുക, നീ അവയെ എത്തിപ്പിടിക്കുക. ഇന്ന് പകൽക്കാലം അയ്യോ എനിക്കത് പോയല്ലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ തമ്പുരാൻ പറയുന്നു, നോ 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 നോ, നീ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച അല്ല. ചൂടുവെള്ളത്തിൽ വീണത് അയ്യോ പാവം, ഇനി പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറഞ്ഞ് നീ ഡിഫെൻസീവായിട്ടല്ല ജീവിക്കേണ്ടത്. ഒരിക്കൽ കൂടെ ഞാൻ പറയും, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറഞ്ഞ് നീ ഡിഫെൻസീവായി യേശുവിന്റെ രക്തത്താൽ എന്നെ മറയ്ക്കണമേ എന്ന് പറഞ്ഞല്ല നീ ജീവിക്കേണ്ടത്. ആരാ പറഞ്ഞത് നീ പൂച്ചയെന്ന്? നീ പൂച്ചയല്ല, നീ സിംഹമാണ്. ഒന്നിനും വഴിമാറാത്ത സിംഹമാണ് നീ, ഒന്നിനും വഴിമാറാത്ത സിംഹമാണ് നീ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നീ ആരാണ്? ഒന്നിനും വഴിമാറാത്ത സിംഹമാണ് നീ. സ്തോത്രം, അതെ, അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ പിന്തുടരുക. സ്തോത്രം, ആ ശത്രുവിനെ നീ എത്തിപ്പിടിക്ക്. സ്തോത്രം, കുറെ വർഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ, സമയങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിൽ, താരന്തകൾ നഷ്ടപ്പെട്ടെങ്കിൽ, അനുഭവങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ പിന്തുടർന്ന് എത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾ നോക്കിയ ദൈവകൃപയാൽ അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. അവൻ കേട്ടു, സ്തോത്രം, ആ പരീക്ഷയെ പിന്തുടരുക, ആ മാലിക്കനെ പിന്തുടരുക. അതുകൊണ്ട് ഏതെങ്കിലും കാര്യം നിങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുക, കേൾക്കാൻ പ്രാർത്ഥിക്കുക. കേൾക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. ആ കോഴ്സിന് പോണോ, ഈ കോഴ്സിന് പോണോ, വീട്ടിൽ നിന്ന് ഉയരട്ടെ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ പറയാണ്? നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞാട്ടെ, എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റെന്ന് പറഞ്ഞാട്ടെ, നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം. വീട്ടിലിരിക്കുന്നവർ എഴുന്നേറ്റെന്ന് പറഞ്ഞാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജോലി എടുക്കണമോ, ഈ ജോലി എടുക്കണമോ, എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? സ്തോത്രം, യഹോവ കൊണ്ടുവരിക, അധിക പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക, അതെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക, ദൈവത്തോട് പറയുക. ദൈവം നമ്മോട് പറയട്ടെ, ദൈവം നമ്മോട് സംസാരിക്കട്ടെ. കാരണം ദൈവത്തോട് നീ പറഞ്ഞാൽ ദൈവം നിന്നോട് പറയും. കമോൺ, ദൈവത്തോട് നീ പറഞ്ഞാൽ ദൈവം നിന്നോട് പറയും. ദൈവത്തോട് നീ പറഞ്ഞാൽ ദൈവം നിന്നോട് പറയും. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തിന്റെ നന്ദി പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തോട് നീ പറഞ്ഞാൽ ദൈവം നിങ്ങളോട് പറയും, ദൈവം നിന്നോട് പറയും. സ്തോത്രം. ആ പ്രപ്പോസലാണോ എടുക്കേണ്ടത്, ഈ പ്രപ്പോസലാണോ എടുക്കേണ്ടത്? ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. ആ പ്രപ്പോസലാണോ, ഈ പ്രപ്പോസലാണോ എടുക്കേണ്ടത്? ദൈവത്തോട് ചോദിക്കുക. ആ ബിസിനസ്സാണോ, ഈ ബിസിനസ്സാണോ എടുക്കേണ്ടത്? ദൈവത്തോട് ചോദിക്കുക. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? എൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഏത് താക്കോലാണ്, ഏത് അനുഭവമാണ്? ദൈവത്തോട് ചോദിക്കുക. സ്തോത്രം, ദൈവത്തോട് ചോദിക്കുക. ദൈവദാസനോട് ചോദിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തോട് ചോദിക്കുക. ആ പ്രവാചകനോട് ചോദിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തോട് സംസാരിക്കുക. കാരണം എൻ്റെ ദൈവം അബ്നോർമൽ അല്ല, പ്രവാചകൻ വഴിയല്ല പാർസൽ വരുന്നത്. അവൻ നേരിട്ട് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നേരിട്ട് നിന്നോട് ഇടപെടട്ടെ. ദൈവം നിന്നോട് കട്ടീസ് അല്ല, ദൈവം നിന്നോട് മിണ്ടീസാണ്. ദൈവം നിന്നോട് പിണക്കത്തിലല്ല, ദൈവം നിന്നോട് സംസാരിക്കുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ. യെസ്, നിന്റെ വാഗ്ദത്തം ജീവിപ്പാൻ ദൈവത്തോട് സംസാരിക്കുക. നിന്റെ പേര് ചീത്തയാകാതിരിപ്പാൻ ദൈവത്തോട് സംസാരിക്കുക. ഇത് നിന്റെ വിടുതലിന്റെ നേരമാണ്, ഇത് നിന്റെ വിടുതലിന്റെ നേരമാണ്, ഇത് നിന്റെ വിടുതലിന്റെ നേരമാണ്, ഇത് നിന്റെ വിടുതലിന്റെ നേരമാണ്. അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുക. നിന്റെ അന്തരീക്ഷം മാറുന്ന ദിവസങ്ങളാണിത്, നിന്റെ അന്തരീക്ഷം മാറുന്ന ദിവസങ്ങളായതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക. അതിരാവിലെ സംസാരിക്കുക, രാത്രിയിൽ സംസാരിക്കുക, പ്രഭാതത്തിൽ സംസാരിക്കുക, ഉച്ചയ്ക്ക് ശേഷം സംസാരിക്കുക. യെസ്, നീ ദൈവത്തോട് മിണ്ടിയാൽ അവൻ തിരിച്ചു മിണ്ടുന്ന ദൈവമാണ്. നീ ദൈവത്തോട് മിണ്ടിയാൽ അവൻ തിരിച്ചു നിന്നോട് മിണ്ടും. അവൻ പാട്ടിലൂടെ മിണ്ടും, അവൻ ചിലപ്പോൾ ദൂതിലൂടെ മിണ്ടും,
അവൻ അന്യഭാഷ വ്യാഖ്യാനമായി മിണ്ടും, അവൻ പ്രവചനമായി മിണ്ടും. യെസ്, ദൈവം നിന്നോട് സംസാരിക്കുന്നവനാണ്. ഓ, ഈ ആഴ്ചകൾ, ഈ ദിവസങ്ങളിൽ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന അന്തരീക്ഷങ്ങളല്ല. നിന്റെ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങളാണിത്. കമാൺ കമാൺ കമാൺ, ദൈവത്തിന്റെ ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണിത്. നിന്റെ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ശബ്ദം നിറയുകയാണ്, ദൈവത്തിന്റെ ശബ്ദം നിറയുകയാണ്, ദൈവത്തിന്റെ ശബ്ദം നിറയുകയാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? ദൈവത്തിന്റെ ശബ്ദം നിറയുകയാണ്, ദൈവത്തിന്റെ ശബ്ദം നിറയുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്നെങ്കിൽ ഞാൻ അതിനോട് പൊരുതാ.